ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, CPIM വൈപ്പിൻ ഏരിയ സെക്രട്ടറി സഖാവ് AP പ്രനിൽ, PKSൻ്റെ ആദരണീയരായ ഭാരവാഹി സഹാക്കളെ, സുഹൃത്തുക്കളെ, ഒരു 4 പതിറ്റാണ്ട് മുൻപ് വൈപ്പിൻകരയിൽ നിന്ന് കടന്നുപോയ ഒരു ചെറായിക്കാരനാണ് ഞാൻ. 70 വയസ്സുണ്ട് ഇപ്പോൾ. ചെറിയ പ്രായം ചെറായിയിലും വൈപ്പിൻകരയിലും ചെറിയ തരം പൊതുപ്രവർത്തനത്തിൽ ഇടപെട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഒരു 38 കൊല്ലം മുൻപ് CPIMനോടനുബന്ധിച്ചുള്ള അതിൻ്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ, സാഹിത്യ സംഘത്തിൻ്റെ വൈപ്പിൻ ഏരിയ സെക്രട്ടറിയും ദേശാഭിമാനിയുടെ വൈപ്പിൻ ലേഖകനുമായിരുന്നു. 86 ഇവിടെ നിന്ന് എറണാകുളം കരയിലേക്ക് പോകുമ്പോൾ, അതിനുശേഷം എറണാകുളത്തെത്തിയിട്ടും സാഹിത്യ സംഘത്തിൻ്റെ ഏരിയ സെക്രട്ടറി എന്ന നിലയിലുള്ള എളിയ പ്രവർത്തനം അവിടെയും നടത്തി. ഇവിടെ ചെറായിക്കാരൻ എന്ന നിലയ്ക്ക് ഒരു 18 വയസ്സുകാരനായ പയ്യൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരികയും എളിയ ചില പൊതുപ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ നിന്ന് സംഭരിച്ച ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എടുത്തു പറയേണ്ട ഒരു കാര്യം, അടിയന്തരാവസ്ഥ കഴിഞ്ഞു വന്ന ഘട്ടത്തിൽ തുടങ്ങിയ ഒരു വായനശാലയെക്കുറിച്ചാണ് എനിക്കെടുത്ത് പറയാനുള്ളത്. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപേ 70കളുടെ തുടക്കത്തിൽ തന്നെ ചെറിയ രീതിയിൽ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്ന ഒരു എളിയ പ്രവർത്തകനാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനം ഞങ്ങൾ ചെറായിക്കാർക്ക് ചെയ്യാനായി. അത് പിൽക്കാലത്ത് പിന്നീട് എനിക്ക് ഉപകാരപ്പെട്ട ഒരടിത്തറയായി എന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റെങ്ങും അക്കാലത്ത് അല്ലെങ്കിൽ ഇക്കാലത്തും സാധാരണമല്ലാത്ത ഒരു സാംസ്കാരിക പ്രവർത്തനം ഞങ്ങൾ ചെറായിയിലെ സഖാക്കൾ, പാർട്ടി പ്രവർത്തകർ ഏറ്റെടുത്തിരുന്നു. അന്നത്തെ നിലയ്ക്ക് ഒരു ദിനപത്രമെങ്കിലും വരുത്താൻ ശേഷിയുള്ള ഒരു കൂട്ടായ്മ ചുരുക്കമാണ്. ലൈബ്രറികൾ ഒഴിച്ചാൽ അത് തീരെ അപൂർവം. പക്ഷെ ഞങ്ങളവിടെ ചെറായിയിൽ AKG സ്റ്റഡി സെൻറ്റർ എന്ന പേരിൽ സവിശേഷമായൊരു വായനശാല കൂട്ടായ്മ രൂപപ്പെടുത്തി. അത് സവിശേഷമാണ്. അന്നും ഇന്നും കേരളം ഒട്ടുക്ക് സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയുന്നത് ഇന്നും സവിശേഷമാണ്. കുറച്ച് ചെറിയ കൈത്തൊഴിലുകാരും കൂലിവേലക്കാരും അല്പം പ്രമാണികളും ഒക്കെയുള്ള ഒരു നാട്ടിൻപുറത്ത് അത്ഭുതകരമായ വലിപ്പം ഉള്ള ഒരു വായനശാല. AKG സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ചെത്ത് തൊഴിലാളി യൂണിയൻകാർ സൗജന്യമായി തന്ന ഒരു മുറിയിൽ അവരുടെ സൗമനസ്യത്തിന് കീഴിൽ തുടങ്ങിയ ഒരു വായനശാലയാണ്. 120 ആനുകാലികങ്ങൾ, ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രമടക്കം 11 ദിനപത്രങ്ങളും ഉൾപ്പെടെ 120 ആനുകാലികങ്ങൾ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആനുകാലികങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു വായനശാല. ദരിദ്രരായ ഞങ്ങൾക്ക്, പാർട്ടി സഖാക്കൾക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല അതിൻ്റെ സാമ്പത്തിക വശം. എല്ലാം തന്നെ പൊതുജനങ്ങളുടെ സന്മനസ്സുകൊണ്ട്, വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ വരെ സന്മനസ്സുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഒരു വായനശാലയാണ്. ആ വായനശാലയുടെ നിന്ന് ഇത്ര വിപുലമായ വായിക്കാൻ വേണ്ട ഒരു സാഹചര്യം കിട്ടി എന്നതാണ് വ്യക്തിപരമായി എനിക്ക് പിന്നീടുണ്ടായ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ഒന്ന്. വായനയുടെ തലം 1-2 പ്രസിദ്ധീകരണങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ലോകത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളൊക്കെ അവിടെയുണ്ട്. പാർട്ടി പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും കൂടാതെ നിരവധി മറ്റു ആനുകാലികങ്ങൾ. ഇതിൽ നിന്ന് കിട്ടിയ ഊർജം
വിവരം ശേഖരിക്കാൻ, അറിവ് ശേഖരിക്കാൻ ഉള്ള ഒരു ത്വര, ഒരു അത്യാവേശം അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ സഹാക്കൾക്കും കിട്ടിയത്. ഇത് പിൽക്കാലത്ത് ഒരു പത്രപ്രവർത്തകനായിട്ടും മറ്റു തരത്തിലുള്ള ജോലികൾക്കിടയ്ക്ക് എഴുത്തിൻ്റെ രംഗത്തേക്ക് കടക്കാൻ വേണ്ട ഊർജം കിട്ടിയത് ആ വിശാലമായ വായനയിൽ നിന്നാണ്. അത് പതുക്കെ പതുക്കെ കേരളത്തിലെ ചരിത്ര ചർച്ചകളിൽ ഇടപെടാൻ വേണ്ട കെൽപ്പ് തന്നത് ആ അടിസ്ഥാന വായനയിൽ നിന്നാണ്. 6ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഉടനെ അന്നത്തെ കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈബ്രറി എന്ന് പറയുന്ന ചെറായി പബ്ലിക് ലൈബ്രറിയിൽ അംഗത്വമെടുത്തത് മുതൽ തുടങ്ങിയ ഒരു പശ്ചാത്തലമാണ് ഈ ഒരു ഊർജം തരുന്നത്. അത് പിന്നീടുള്ള എഴുത്തിനൊക്കെ വളരെ ഉപകാരപ്പെട്ടു. ചെറിയ തരത്തിൽ ഇന്ന് നമ്മൾ സാധാരണ കാണുന്ന പോലുള്ള എഴുത്തുകാർ, ചരിത്ര എഴുത്തുകാരുടെ ഗണത്തിൽ ഒരു 10 കൊല്ലത്തോളം ഞാനും കേരളത്തിലെ പത്രങ്ങളിലൊക്കെ എഴുതിയിരുന്നു. പക്ഷെ അത് ഒരു തൃപ്തികരമായ ജോലിയല്ല എന്ന് പിൽക്കാലത്ത് തിരിച്ചറിയുന്നുണ്ട്. സാധാരണ മട്ടിൽ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറിയിലോ 1-2 ലൈബ്രറികളിൽ നിന്ന് കിട്ടുന്ന 4-5 പുസ്തകങ്ങൾ വെച്ച് ഒരാൾക്കൊരു ചരിത്രകൃതി എഴുതാം. ഏതാണ്ട് ആ ഗണത്തിൽപ്പെട്ട ഒരാളായി 90കൾ എന്ന 10 വർഷവും ഞാൻ ചെലവഴിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ദേശാഭിമാനി വാരികയിൽ, അന്ന് ഞാൻ പതിവായി എഴുതുന്ന ആ വാരികയിൽ നടന്ന നവോത്ഥാന കാലവുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ, ആ തർക്കത്തിൽ ഇടപെട്ട് ഞാൻ ഒരു മറുപടി എഴുതുമ്പോഴാണ് എൻ്റെ അറിവിൻ്റെ പരിമിതി എനിക്ക് മനസ്സിലാവുന്നത്. അച്ചടിച്ച് കിട്ടുന്ന പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവേ എനിക്കുള്ളൂ. അയ്യൻകാളി ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകരെക്കുറിച്ച് ഒക്കെ പരിമിതമായ പുസ്തക അറിവേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ഏറ്റുമുട്ടിയത് വളരെ പ്രഗത്ഭരായ എഴുത്തുകാരോടാണ്. അറിവിൻ്റെ പരിമിതി അങ്ങനെ ബോധ്യപ്പെടുകയും അവിടെ നിന്ന് കേരള നവോത്ഥാനത്തെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന രേഖകൾ പരിശോധിച്ചിട്ടേ ആകാവൂ എന്ന തീരുമാനത്തിൽ അതിന് വേണ്ട കരുക്കൾ അന്വേഷിച്ച് കുറച്ച് വർഷങ്ങൾ അങ്ങനെ ചിലവഴിച്ചു. ഏതാണ്ട് കഴിഞ്ഞ 22 കൊല്ലമായി സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് കീഴിലുള്ള 4 ആർക്കൈവ്സ് സെൻറ്ററുകളിലും തമിഴ്നാട് ആർക്കൈവ്സിലുമായി കഴിഞ്ഞ 22 കൊല്ലം ഈ പഴയകാല നൂറ്റാണ്ട് പഴക്കമുള്ള പൊടി തിന്ന് കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ എഴുത്ത് നടക്കുന്നത്. ഇത് പറയുന്നത് ഈ കാലത്തെങ്ങും ആരംഭകാലത്തെങ്ങും ചെറായിലോ വൈപ്പിൻകരയിലോ സാംസ്കാരിക പ്രവർത്തകനായി നടന്ന കാലത്തൊന്നും എന്നിലേക്ക് വരാതിരുന്ന ഒരുപാട് അറിവുകൾ അന്നത്തെ ഗവേഷകരും എഴുത്തുകാരുടെയും ഭാഷയിൽ സെക്കൻഡറി എന്ന് പറയുന്ന പുസ്തക വായനയിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ വെച്ച് കഴിഞ്ഞിരുന്ന ആളും ഇപ്പോൾ അത്യാവശ്യം എളിമയോടെ പറഞ്ഞാൽ പോലും ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ നോക്കിക്കാണാം എന്ന തലത്തിലെത്തിയത് അടിസ്ഥാന വിവരങ്ങളിലേക്ക് അത് ശേഖരിക്കാനായി 2 പതിറ്റാണ്ടിലേറെ കാലം ചെലവഴിച്ചതാണ്. പ്രധാനമായി നവോത്ഥാന കാലത്തിലെ അയ്യൻകാളി പ്രസ്ഥാനത്തെയാണ് ഞാൻ ഊന്നിയത്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒക്ടോബറിൽ വരാൻ പോകുന്ന 2 മാസത്തിനുള്ളിലുള്ള ഒക്ടോബറിൽ പുറത്തു വരാൻ എൻ്റെ ഒരു എളിയ കൃതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് DC ബുക്സിൻ്റെ കയ്യിൽ. 2 വോള്യം വരുന്ന അയ്യൻകാളി പ്രസ്ഥാനം രേഖകളിലൂടെ എന്ന വളരെ വലിയൊരു പുസ്തകം, 1500 അച്ചടി പേജുകളെങ്കിലും വരാവുന്ന ഒരു പുസ്തകം ഒക്ടോബറിൽ പുറത്തേക്ക് വരാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 22 കൊല്ലത്തെ പുരാരേഖാ പഠനങ്ങളും അതിനു മുൻപ് 1994 മുതൽ വെങ്ങാനൂർ ഉൾപ്പെടുന്ന അയ്യൻകാളിയുടെ സാമീപ്യമുണ്ടായിരുന്ന സ്ഥലങ്ങളും അവരുടെ ബന്ധുക്കളും ആളുകളുമായിട്ടുള്ള ഫീൽഡ് പഠനങ്ങളും ചേർന്ന് 3 പതിറ്റാണ്ട്, ചുരുക്കിൽ പറഞ്ഞാൽ ഒരു ആയുസിൻ്റെ പുസ്തകമാണ്. എന്നെ സംബന്ധിച്ചൊരു ആയുസിൻ്റെ പുസ്തകമാണ് ഈ വരാനിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് 821 പുരാരേഖകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സെക്കൻഡറി പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് വെച്ച് എഴുതിയിരുന്ന പഴയകാലത്തെ ആ ചെറിയ എഴുത്തുകാരനും ഈ കൃതിയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന അത്യാവശ്യം വിപുലമായ രേഖാശേഖരത്തോടു കൂടിയ ആ എഴുത്തും തമ്മിൽ
ധ്രുവങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇത് പറയുന്നത് നമ്മളിന്ന് അനുസ്മരിക്കുന്ന മഹാനായ അയ്യൻകാളിയുടെ ചരിത്രത്തോട് ചേർത്ത് വെച്ച് പറയേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാനാണ്. ഞാനും എല്ലാവരെയും പോലെ 40 കൊല്ലം മുൻപ് മലയാളത്തിൽ ഇറങ്ങിയ ശ്രീ THP ചന്താരശ്ശേരിയുടെ അയ്യൻകാളി എന്ന പുസ്തകം വായിച്ചാണ് അയ്യൻകാളിയെക്കുറിച്ച് അറിയുന്നത്. നവോത്ഥാന നായകരോ കാലമോ എന്തെന്ന് തിരിച്ചറിയാത്ത ഒരു ശിശു, അതായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്താണ്, കഷ്ടി 1 കിലോമീറ്റർ ദൂരത്താണ് നവോത്ഥാന കാലത്തിൻ്റെ നായകരിലൊരാളായ സഹോദരൻ അയ്യപ്പൻ്റെ വീട്. ഞാൻ പിന്നീട് താമസിച്ച വീട്ടിൽ നിന്ന് ഏതാണ്ട് അത്രയും തന്നെ ദൂരത്തിൽ അടുത്തുള്ള ഒരു സ്ഥലത്താണ് സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനം നടന്ന തുണ്ടിട പറമ്പിൽ എന്ന സ്ഥലം. ഈ 2 ചരിത്ര വിപ്ലവ കേന്ദ്രങ്ങൾ എൻ്റെ ചാരെ ഉണ്ടായിട്ടും ഒരു 30എങ്കിലും വയസ്സാവുന്നവരെ എൻ്റെ ശ്രദ്ധ അങ്ങോട്ടങ്ങ് തിരിഞ്ഞിട്ടേ ഇല്ല. പിന്നെയല്ലേ അയ്യൻകാളിയോ കണ്ടൻകുമാരനോ KP വള്ളവനെയൊക്കെ എന്നെപ്പോലെ ഒരു ശിശുവിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതായത് പാഴായിപ്പോയതെന്ന് വേണമെങ്കിൽ ഖേദിക്കാവുന്ന ഒരു കാലഘട്ടം ചെറുപ്പത്തിനുണ്ട്. അതൊരു 30 വർഷത്തിന് ശേഷമാണ് അയ്യൻകാളി ആരാണ്, മറ്റു നായകരാരാണ്, എന്താണ് നവോത്ഥാനത്തിൻ്റെ വ്യാപ്തി, ഇതൊക്കെ തിരിച്ചറിയുന്നതും അതിലേക്ക് പഠിക്കാൻ തുനിയുന്നതും. ആ പ്രായശ്ചിത്തം ഞാൻ ഈ കഴിഞ്ഞ 22 കൊല്ലം കൊണ്ട് അല്പാൽപമായി തീർത്തു വരികയാണ്. അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് ഈ നായകരും അവരുടെ പ്രസ്ഥാനങ്ങളും എന്തായിരുന്നു എന്ന് പഠിക്കാനുള്ള ശ്രമമാണ് ഈ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി അയ്യൻകാളിയെക്കുറിച്ച് ഒരു 14 കൊല്ലം മുൻപേ 15 കൊല്ലം മുൻപേ തന്നെ ഒരു പുസ്തകം ചെറുതായി വന്നു. അയ്യൻകാളിക്ക് ആദരത്തോടെ KP വള്ളവനെക്കുറിച്ചൊരു പുസ്തകം വന്നു. പക്ഷേ അതൊന്നും എനിക്ക് വ്യക്തിപരമായി തൃപ്തികരമല്ല, ചെറിയ അളവിലുള്ള അന്വേഷണങ്ങളിലാണ് ഒതുങ്ങുന്നതാണ്. പക്ഷെ ഇപ്പോൾ വരുന്നത് ഈ ഒക്ടോബർ പുറത്തിറങ്ങുന്ന അയ്യൻകാളി, ഇനി അതിനെയും മറികടന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ അയ്യൻകാളി ചരിത്രത്തിൽ കഴിയുമോ എന്നറിയില്ല. ഇനി വരുന്ന ആളുകൾ, എഴുത്തുകാർ അത് പൂരിപ്പിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് തൃപ്തികരമായൊരു പുസ്തകമാണ് വരാനിരിക്കുന്നത്. അതിന് വേണ്ട കരുക്കൾ ശേഖരിച്ചത് 5 ആർക്കൈവ്സുകളിൽ നിന്നാണ്. കേരളത്തിൻ്റെ 4 ആർക്കൈവ്സ് സെൻ്ററുകളും തമിഴ്നാട് ആർക്കൈവ്സും വ്യക്തികളും പത്രസ്ഥാപനങ്ങളും സൂക്ഷിച്ചിട്ടുള്ള പഴയകാലത്തെ പത്രങ്ങൾ, നൂറ്റാണ്ട് പഴക്കമുള്ള പത്രങ്ങളും, ഇത്രയും ശേഖരങ്ങളിൽ നിന്ന് 1/4 നൂറ്റാണ്ടോളം കൊണ്ട് ശേഖരിച്ച വിവരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനിരിക്കുന്നത്. ആ വിവരങ്ങളൊന്ന് ഓടിച്ചു പോകാനുള്ള സമയം പോലും പോരാ, എത്ര മണിക്കൂറുകൾ പോലും അതിന് പോരാ. വെറുതെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനല്ലാതെ ഈ ഒരു സമയം അതിന് മതിയാകില്ല. അത് ഉചിതമാകുകയില്ല. ഞാൻ പറയുന്നത് അയ്യൻകാളി എന്നത് ഇപ്പോൾ നമ്മളാദ്യം കേട്ട് ഒരു 40 കൊല്ലം മുൻപ് അയ്യൻകാളിയെക്കുറിച്ച് THP ചന്താരശ്ശേരിയുടെ പുസ്തകം മുന്നിലേക്ക് വരുമ്പോൾ നമുക്കൊരു പൊതു ചിത്രം, പ്രാഥമികമായി കിട്ടിയൊരു ചിത്രമുണ്ട്. വീരനായൊരു നായകൻ, ജനസ്നേഹിയായൊരു നായകൻ, അങ്ങനെ അത്യാവശ്യം ഒരു നവോത്ഥാന നായകനെക്കുറിച്ച് കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പല എഡിഷനിലായി ആ പുസ്തകം പ്രചരിച്ചു. മറ്റാളുകൾ അത് പകർത്തി അതേപടി തന്നെ ഭാഷ മാറ്റി അതെഴുതി. അങ്ങനെ ഒരു കഴിഞ്ഞ 40 കൊല്ലത്തിനുള്ളിൽ 25 പുസ്തകങ്ങളെങ്കിലും എൻ്റെ ചാരെ എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും. ചന്താരശ്ശേരി എന്ന മഹാനായ ഗ്രന്ഥകാരൻ തന്ന ആ പുസ്തകത്തിൻ്റെ പരാവർത്തനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇതൊക്കെ ആദരത്തോടെ വായിച്ച് വില വച്ചിരുന്ന ഒരാളാണ് ഞാനും. പക്ഷേ അന്വേഷണങ്ങളിലേക്ക് കടന്നപ്പോൾ അയ്യൻകാളിയെക്കുറിച്ചുള്ള ചിത്രത്തിന് മിഴിവേറി എന്നത് മാത്രമല്ല, ഈ നേരത്തെ ഞാനടക്കമുള്ള കേരളീയർ, മലയാളികൾ വായിച്ചതിലൊക്കെ എത്രത്തോളമാണ് വാസ്തവം, എത്രത്തോളമാണ് അതിശയോക്തി, എത്രയൊക്കെയാണ് വ്യാജ ചരിത്രം എന്നൊക്കെ തിരിച്ചറിയുന്നൊരു ഘട്ടത്തിലേക്ക് ഞാൻ കടന്നു. അതിന് വേണ്ട ഒരു വിശദീകരണങ്ങൾ ഈ വരുന്ന പുസ്തകത്തിലുണ്ട്. കടന്നുപോയ എഴുത്തുകാരൊക്കെ ബഹുമാന്യരാണ്. ഞാനടക്കുന്ന വായനക്കാരെ വായന കൊണ്ട് സമ്പന്നരാക്കിയവരാണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. അയ്യൻകാളിയെ പ്രചരിപ്പിച്ച ആളുകളാണ് ഈ കടന്നുപോയവരെല്ലാം. ചന്താരശ്ശേരി വ്യക്തിപരമായ എൻ്റെ ഒരു സുഹൃത്താണ്, ബഹുമാന്യനായ സുഹൃത്താണ്. ഇതൊക്കെ എനിക്കത് അതിൻ്റെ രേഖാപരമായ ഒരു ചരിത്രത്തിലേക്ക് കടക്കണം. ഇത്രയും പോരാ. കേരളത്തെ എന്നല്ല, ഇന്ത്യയിൽ
അത് വിട്ടുള്ള അതിശയോക്തിയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇന്ത്യയിൽ തന്നെ ഇത്തരം ഒരു നവോത്ഥാന കാല വിപ്ലവ മുന്നേറ്റം നടത്തിയ ഒരാചാര്യൻ ശ്രീ അയ്യങ്കാളിയെപ്പോലെ ഇല്ല എന്ന് നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറുമുള്ള നമ്മുടെ പുതിയ വായനയിൽ നിന്ന് കണ്ടെടുക്കുന്നുണ്ട്. വിശദീകരണം ഒരു ഉദാഹരിക്കാൻ പറ്റുന്ന മറ്റൊന്ന് നമുക്ക് ഇന്ത്യയിലില്ല. മറ്റു സ്ഥലങ്ങളിൽ ഒട്ടുമേ ഇല്ല എന്നാണ് മറ്റ് അറിവുള്ള ആളുകൾ പറഞ്ഞു തരുന്നത്. മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഇത്രയും ഭീകരമായൊരു സാമൂഹ്യ വ്യവസ്ഥയോടെ ഏറ്റുമുട്ടിയ ഒരാളെ കാണാനാവില്ല. നീഗ്രോ സമരനായകനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ അവർക്കൊക്കെ ഇല്ലാത്തൊരു സവിശേഷത, ഒരു ഭീകരമായ അവസ്ഥ ഇന്ത്യക്കുണ്ട്. അതനുഭവിച്ച ആളാണ് അയ്യങ്കാളി. ഇത് ജാതി വ്യവസ്ഥയുടെ തിക്തഫലം, ദുരിതങ്ങൾ അനുഭവിച്ചൊരു ജനതയാണ്. മറ്റു സ്ഥലങ്ങളിലുള്ള നീഗ്രോ നായകരായാലും മറ്റ് അടിമ നായകരായാലും അവർക്ക് ജാതി കൊണ്ട് അവർ വേർതിരിക്കുന്നില്ല, സമ്പത്ത് കൊണ്ട് വേർതിരിച്ചു അടിമത്തം കൊടുത്തു എന്നല്ലാതെ ഈ അവസ്ഥ ഇന്ത്യക്ക് മാത്രമുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച അല്ലെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച നായകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് അയ്യൻകാളി എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. തൊട്ട് തലേ ദിവസം പോലും നമ്മുടെ മുന്നിൽ അയ്യൻകാളിയെക്കുറിച്ചുള്ളൊരു പതിപ്പ് പുറത്തു വന്നു കഴിഞ്ഞു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഇന്നലെ പുറത്തു വന്ന ലക്കത്തിൽ 4 പ്രമുഖർ, എൻ്റെ സുഹൃത്തുക്കളായ 4 പ്രമുഖ ചരിത്രരംഗത്തുള്ള പ്രമുഖർ എഴുതിയ ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചു. ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലും അയ്യൻകാളിയെക്കുറിച്ച് ഒരു ചരിത്രകാരൻ എഴുതിയ ലേഖനമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇതിനോടൊക്കെ ചേർത്താണ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞു, സെക്കൻഡറി ആയിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് കിട്ടിയ ചരിത്ര ആഖ്യാനങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അത് അയ്യൻകാളി മാത്രമല്ല, നാരായണ ഗുരുവായാലും അല്ലെങ്കിൽ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള എഴുത്തുകളിലുമൊക്കെ അതിശയോക്തിയും അത്യുക്തിയും വേണമെങ്കിൽ ഒരു വ്യാജ ചരിത്രത്തോടടുത്ത് നിൽക്കുന്ന ആഖ്യാനങ്ങളുമുണ്ട്. അയ്യൻകാളിയുടെ കാര്യത്തിൽ അത് കുറച്ച് കൂടുതലാണ്. എന്ന് വെച്ച് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ 40 കൊല്ലം മുൻപ് സ്വരൂപിച്ച ആ ചിത്രത്തിന് മങ്ങലേൽക്കുകയല്ല, തിളക്കം കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ സമാനതയില്ലാത്ത ആ നായകനെയും ആ പ്രസ്ഥാനത്തെയും ഇത്ര ചെറിയ അല്ലെങ്കിൽ ഇത്ര പരിമിതമായ അളവിൽ രേഖപ്പെടുത്തിയാൽ പോരാ എന്ന് എളിയ ഒരു ഗവേഷകനായ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടോളം കാലം അതിന് പുറകിലേക്ക് സഞ്ചരിച്ചത്. കിട്ടാവുന്നത്രയും ഫീൽഡിൽ നിന്നുള്ള വിവരങ്ങൾ, അയ്യൻകാളി കുടുംബത്തിലെ പല കുടുംബാംഗങ്ങളെയും നിങ്ങളും എന്നോട് വളരെ ദയയോടെ പെരുമാറി എനിക്ക് വിവരങ്ങൾ തന്നവരാണ്. പക്ഷെ ആ വിവരങ്ങളൊക്കെ വളരെ ചെറിയ അളവിൽ എൻ്റെ പുസ്തകത്തിലേക്ക് വരുന്നുള്ളൂ. വാമൊഴിയായിട്ടുള്ള അത്തരം കാര്യങ്ങളെ ഞാൻ പരമാവധി ചുരുക്കുന്നു. രേഖാപരമായ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും ഏറ്റവും വലിയ പ്രാധാന്യം. അതാണ് ഞാനും മറ്റു എഴുത്തുകാരും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ ഈ അറിവുകൾ, എന്നോട് സ്നേഹവും ഇഷ്ടവും വാത്സല്യവും കാണിച്ച അയ്യൻകാളി കുടുംബത്തിലെ പ്രമുഖരായ ആളുകൾ, അവരോടുള്ള നന്ദി പറഞ്ഞോട്ട് കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാനാവില്ല. അവരോടുള്ള നന്ദി ഞാൻ മാത്രമല്ല പറയേണ്ടത്, നമ്മളെല്ലാം പറയേണ്ടതുണ്ട്. 40 കൊല്ലം മുൻപ് ശ്രീ അയ്യൻകാളിയെക്കുറിച്ച് പുറത്തു വന്ന ചെന്താരശ്ശേരിയുടെ പുസ്തകം മുതലാണ് നമുക്ക് പൊതുവെ അയ്യൻകാളിയെക്കുറിച്ചുള്ള അറിവ്. 1980, 79, 80 ഘട്ടത്തിലാണ് ആ പുസ്തകം വരുന്നത്. 80-ൽ കേരളം, മലയാളം ഈ മഹാനെ അറിയുന്നത് മിക്കവാറും അത് മുതലാണെന്ന് പൊതുവേ പറയാം. പക്ഷെ അതിൻ്റെ പിന്നിലൊരു നമ്മൾ പറയാൻ തയ്യാറാവാഞ്ഞൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അയ്യൻകാളി കുടുംബത്തിനെ അവഹേളിക്കുന്നതാണ്. ആരുടെയെങ്കിലും കനിവ് കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്ന ആളല്ല അയ്യൻകാളി. അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഒരു കാലഘട്ടത്തിൽ തിളച്ചു നിൽക്കുന്നത് നമുക്ക് അക്കാലത്തെ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൂടാതെ ആ കുടുംബത്തിലെ 3 എഴുത്തുകാരെങ്കിലും, എൻ്റെ അറിവിൽ 3 എഴുത്തുകാർ, അദ്ദേഹത്തിൻ്റെ ചെറുമക്കളുടെ സ്ഥാനത്തുള്ള 2 എഴുത്തുകാർ, ശ്രീ കൃഷ്ണൻ വെങ്ങാനൂർ, ശ്രീ വെങ്ങാനൂർ സുരേന്ദ്രൻ, അയ്യൻകാളിയുടെ സ്വന്തം ഇളയ സഹോദരനായ വേലുക്കുട്ടി. ഈ വേലുക്കുട്ടി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കൊച്ചിക്കാരെന്ന് കൂടി അദ്ദേഹത്തെ പറയണം. നമ്മുടെ കൊച്ചിയിലെ നവോത്ഥാന കാലത്ത് കെ.പി. വള്ളോൻ, സഹോദരൻ അയ്യപ്പൻ ആദിയായ ആ തലമുറയുടെ സമ്പർക്കമുണ്ടായിരുന്ന ഒരു തിരുവാങ്കൂറുകാരനാണ് കൊച്ചിക്കാരൻ വേലുക്കുട്ടി.
ആ വേലുക്കുട്ടി അപ്പൂപ്പൻ, അയ്യങ്കാളി ഇളയ സഹോദരൻ, ഇന്നത്തെ എറണാകുളത്തുള്ള ഹൈക്കോടതിക്ക് പിന്നിലുള്ള പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ആളാണ്. ചില കുടുംബ കലഹങ്ങളാൽ തിരുവനന്തപുരത്ത് നിന്ന് ഓടി ഇവിടെ വരികയും ഇവിടെ ആസ്ഥാനം ഉറപ്പിക്കുകയും ഇവിടെ നിന്ന് നവോത്ഥാന നായകരുമായുള്ള സമ്പർക്കവും സ്വയം പഠനവും ഒക്കെ കൊണ്ടായിരിക്കണം അദ്ദേഹം തിരിച്ചു വന്നിട്ടൊരു പത്രപ്രവർത്തനമായിട്ട് മാറുന്നു. വേലക്കാരൻ എന്ന പേരിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം, മാസികയല്ല, മാഗസിൻ, കവിത, കഥ കാര്യങ്ങൾ ഇറക്കുന്നൊരു മാഗസിനല്ല, വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നൊരു പത്രം എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം കാലം ഇത്രയും കഴിഞ്ഞിട്ടും വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നൊരു പത്രം കേരളത്തിലെ ദലിത് സമൂഹത്തിന് ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയണം. ഇടയ്ക്ക് മിന്നായം പോലെ ഭീം ഭൂഷൺ എന്നൊരു വാർത്താപത്രം നമ്മുടെ എറണാകുളത്ത് നിന്ന് പുറത്ത് വന്നതൊഴിച്ചാൽ 50 കൊല്ലം മുൻപ് മറ്റൊരു തരത്തിലും വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം, ഒരാഴ്ചപത്രമോ മാസികയോ ദലിതരിൽ നിന്ന്, പട്ടികജാതിക്കാരിൽ നിന്ന്, അവരാരൊക്കെ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ വിഭാഗത്തിലായിക്കോട്ടെ, ഹിന്ദു വിഭാഗത്തിലായിക്കോട്ടെ, അത് അത്ഭുതത്തോടെ മാത്രം കാണാൻ കഴിയുന്നതാണ്. ഈ പറഞ്ഞ മഹാനെക്കുറിച്ച് പറയുമ്പോൾ, അയ്യൻകാളി എന്ന മഹാനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഇല്ലായ്മ അത്ഭുതകരമാണ്. അക്ഷരം വായിക്കാൻ അറിയില്ല എന്ന് പൊതുവെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ള, ഏതാണ്ട് ശരിയോടടുത്ത ആ അറിവ് ഉള്ള ആ മനുഷ്യൻ സ്വന്തമായി ഒരു മാസിക വേണം എന്ന് തൻ്റെ സഹപ്രവർത്തകരോട് നടത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി 110 കൊല്ലം മുൻപ് സാധുജന പരിപാലിനി എന്നൊരു മാസിക ഇറക്കാൻ കഴിഞ്ഞ ആളാണ്. ഒരു നൂറ്റാണ്ടപ്പുറത്തുള്ള ആ കരുതൽ, ജാഗ്രത ഒരു നൂറ്റാണ്ട് ഇപ്പുറത്തുള്ള ഈ സമൂഹത്തിനില്ല എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അയ്യൻകാളിയുടെ കാലത്തുള്ളതിനേക്കാൾ വിഭവശേഷി, മറ്റ് ബൗദ്ധികശേഷി എല്ലാം കൊണ്ട് സമ്പന്നവും വളരെയേറെ മുന്നിലേക്ക് പോയ ആളുകൾ ആണ് ഈ സമൂഹത്തിലുള്ളത്. ആധുനിക മനുഷ്യ സമൂഹത്തിൻ്റെ എല്ലാ ഉയർന്ന പടവുകളിലും ഒരു ദലിതനുണ്ടാവും, ഒരു പട്ടികജാതിക്കാരനുണ്ടാവും. അവളെ മറികടന്ന് ഈ സമൂഹത്തിന് മുന്നിലേക്ക് പോകാനാവില്ല. എല്ലാ ബൗദ്ധിക മേന്മകളുമുള്ള വിഭാഗം തന്നെയാണ് ഈ സമൂഹം എന്ന് പല തെളിവുകളോടെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇന്ത്യയുടെ പ്രസിഡൻ്റായി എന്നത് ആ ഒറ്റപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയും. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായ അതുപോലെ ഒറ്റപ്പെട്ടൊരു കാര്യം മാത്രമല്ല. സമൂഹത്തിൽ നോക്കിയാലറിയാം, എവിടെയും 10 BA-ക്കാരല്ല, 10,000-കണക്കിന് BA-ക്കാർ, 5000-ഓളം ഗവേഷകരുണ്ട് എന്നാണ്, ഈ പട്ടികജാതി വിഭാഗത്തിലുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഒരു കണക്ക് കഴിഞ്ഞ ഒരു ദിവസം കിട്ടിയത്. അത്രമാത്രം സമ്പന്നമാണ് ഈ സമൂഹം. പക്ഷേ അയ്യൻകാളി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പോലുള്ള ആ ജാഗ്രത ഇവിടെ ഇല്ലെന്ന് സൂചിപ്പിക്കാനാണ്. ഇത് പറഞ്ഞത് വേലുക്കുട്ടി അപ്പൂപ്പൻ്റെ കാര്യം പറയാനാണ്. വേലക്കാരൻ എന്ന ഒരു അച്ചടി പത്രം, വാർത്താപത്രം 5 കൊല്ലത്തോളം അദ്ദേഹം നടത്തി. നമുക്കറിയാം, ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു പത്രം നടത്തുക എന്നുള്ള സാഹസമാണ്. പക്ഷെ അദ്ദേഹം നടത്തി. കൊച്ചിയിൽ നിന്ന് കിട്ടിയ ഉണർവും ഉത്തേജനവും സ്വയം ഉള്ള പഠനവും ഒക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. കൊച്ചിയിൽ നിന്ന് ജ്യേഷ്ഠനോടും കുടുംബ അംഗങ്ങളോടും കലഹിച്ചു വന്ന വേലുക്കുട്ടി അപ്പൂപ്പൻ തിരിച്ചു ചെന്നിട്ട് ആദ്യം ചെയ്തത് അച്ഛനെയും അമ്മയെയും വിളിച്ചിരുത്തിയൊരു ഫോട്ടോ എടുക്കലാണ്. ആ ഫോട്ടോ പുതിയ തലമുറയ്ക്ക് ആദ്യമായി കാണാൻ അവസരം കിട്ടിയത് ഞാൻ നടത്തിയിരുന്ന ഒരു ചെറിയ മാസികയുടെ കവർ പേജായിട്ടാണ്. 2000-ൽ 22 കൊല്ലം മുൻപ്. പിന്നീട് അയ്യൻകാളിക്ക് ആദരത്തോടെ എന്ന പുസ്തകത്തിൻ്റെ കവർ പേജായും അത് മാറി. അത് വേലുക്കുട്ടി അപ്പൂപ്പൻ അന്ന് സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറെ വിളിച്ചു വരുത്തി എടുത്ത ചിത്രമാണ്. ഈ ചിത്രം എൻ്റെ മാസികയിൽ അച്ചടിച്ചു വന്നു, എൻ്റെ പുസ്തകത്തിൻ്റെ കവറായി. പിന്നെ അതിൻ്റെ കുറേ കോപ്പികളെടുത്ത് അയ്യൻകാളി കുടുംബത്തിലുള്ള കൃഷ്ണൻ വെങ്ങാനൂർ സാറിന് ഞാൻ അയച്ചു കൊടുത്തു. അദ്ദേഹം തൊട്ടടുത്ത ദിവസം എനിക്ക് മറുപടി അയച്ചു, ഇത് തന്നെയാണ് നഷ്ടപ്പെട്ട ചിത്രം. ഈ ചിത്രം ഒരു ബ്ലോക്കായി നിർമ്മിച്ച് വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് എൻ്റെ കുഞ്ഞുനാളിലെ വികൃതി കൊണ്ട് ഞാൻ നശിപ്പിച്ചു, വേലുക്കുട്ടി അപ്പൂപ്പൻ എന്നെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കത്തെഴുതി എനിക്ക്. അതായത് ആ വേലുക്കുട്ടി അപ്പൂപ്പൻ, വഴക്കിട്ട് പിരിഞ്ഞു പോകുന്ന വേലുക്കുട്ടി അപ്പൂപ്പൻ തിരിച്ചു എന്നത്
അച്ഛനെയും അമ്മയെയും വലിയ തരത്തിൽ ബഹുമാനിക്കുന്ന ഒരാളായിട്ടാണ്. നേരത്തെയും ബഹുമാനമില്ലാതിരിക്കാനിടയില്ല. അത് കഴിഞ്ഞ് ഒരു 20ഓളം കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വേലക്കാരൻ എന്നുള്ള പത്രം വരുന്നത്. കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിന് എക്കാലത്തും അഭിമാനത്തോടെ ഓർക്കാൻ വേണ്ട ഒരു ബൗദ്ധിക സമാരംഭമാണ്. ഇന്നും നമുക്ക് കഴിയാത്തൊരു കാര്യമാണ്. വേലുക്കുട്ടിയപ്പൂപ്പൻ്റെ സംഭാവന അതാണ്. ആ വേലുക്കുട്ടിയപ്പൂപ്പൻ്റെ വേലക്കാരനിൽ 951 ആദ്യ ലക്കം മുതൽ ഞാൻ അറിഞ്ഞത് 3 കൊല്ലത്തോളം നടന്ന ആ പത്രത്തിൻ്റെ ഓരോ ലക്കത്തിൻ്റെയും മുഖചിത്രം അയ്യൻകാളി അദ്ദേഹം ഒരു വയസ്സായ കാലത്ത് ഒരു കാലൻ കൂട കുത്തി പിടിച്ചിരിക്കുന്നൊരു ചിത്രമുണ്ട്. അത് എൻ്റെ പുസ്തകത്തിലുണ്ട്, മറ്റാളുകളും പകർത്തിയ ഫോട്ടോ. ഈ ഫോട്ടോ കവർ പേജായി ഈ കാലം മുഴുവൻ ഈ അനുജൻ പ്രസിദ്ധീകരിക്കുകയാണ്. ചേട്ടനോട് ജ്യേഷ്ഠനോട് വഴക്കിട്ട് പിരിഞ്ഞു പോകുന്ന അനുജൻ്റെ മാറ്റങ്ങളാണ് ആ കാണുന്നത്. ഇതൊക്കെ ഇതിനോട് ചേർന്ന് വരുന്ന ചെറിയ ചെറിയ കഥകളിലൊന്നാണ്. അദ്ദേഹം ഒരാളാണ്. പിന്നെ അയ്യൻകാളിയുടെ സഹോദരിയുടെ മകളുടെ മകൻ കൃഷ്ണൻ വെങ്ങാനൂർ അയ്യൻകാളിയെക്കുറിച്ച് ആദ്യമായി ഒരു ചരിത്ര അന്വേഷണ ലേഖനം ഒരു പൊതുപത്രത്തിൽ എഴുതിയ ആളാണ് ശ്രീ കൃഷ്ണൻ വെങ്ങാനൂർ. ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായി പിരിഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്, ജോലി കിട്ടി ആദ്യത്തെ ആ ഒരു ഘട്ടം കഴിഞ്ഞ് 1 മാസം ലീവ് എടുത്ത് നടന്ന് ഞാൻ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് അയ്യൻകാളിയുടെ 101ാം ജന്മദിനത്തിന് 1964 കൗമുദി പത്രത്തിൽ ഞാൻ ഈ ലേഖനം എഴുതിയത് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. അത്രമാത്രം അതിനോടുള്ള അപ്പൂപ്പനോടുള്ള ആദരം, ചരിത്രത്തോടുള്ള ആ ബഹുമാനം എല്ലാം കലർന്ന ആ ചെറുമകൻ അങ്ങനെയാണ് അതിനൊരു ഒരു പ്രതിവിധി കണ്ടത്. അപ്പൂപ്പനെക്കുറിച്ചൊരു കാര്യം അതുവരെ 964 എന്ന് പറഞ്ഞാൽ അയ്യൻകാളി അദ്ദേഹം മരിച്ച് കൃത്യം 4 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കണം. അതിന് 10 കൊല്ലം മുൻപ് അയ്യൻകാളിയുടെ മകളുടെ ഭർത്താവായ ടി കേശവൻ ശാസ്ത്രി SNDPക്കാരുടെ ഒരു സോവനറിൽ എഴുതിയ ഒരു ചെറിയ കുറിപ്പ് മാത്രമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അയ്യൻകാളിയെക്കുറിച്ചുള്ളത്. ഒരു ചെറിയ കുറിപ്പ്. ആ കുറിപ്പ് നമ്മുടെ ഇടവനക്കാട്ടുകാരനായ PK ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നാരായണ ഗുരു എന്ന സമാഹാരത്തിൽ 1954 ചേർത്തിട്ടുണ്ട്. ആ കുറിപ്പിന് ശേഷം ഒരു ചരിത്ര അന്വേഷണ ലേഖനം വരുന്നത് ഈ കൃഷ്ണൻ വെങ്ങാനൂരിൻ്റേതാണ്. കുറേയധികം വിവരങ്ങൾ അതിനുപജീവിച്ചാണ് പിൽക്കാലത്ത് വന്ന പുസ്തകങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. പിന്നൊന്ന്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനായ വെങ്ങാനൂർ സുരേന്ദ്രൻ, ഒരു 2 കൊല്ലം മുൻപ് നമ്മളിൽ നിന്ന് വിട്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥനായ ശശിധരൻ സാറിൻ്റെ അനുജൻ. ഈ വെങ്ങാനൂർ സുരേന്ദ്രൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ TB ക്ഷയരോഗബാധിതനാണ്, കവിയാണ്. എന്നിട്ടും ഈ അവശതകൾ മറികടന്നുകൊണ്ട് അദ്ദേഹമാണ് അയ്യൻകാളിയുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ പ്രതിപാദിക്കുന്ന ലേഖനങ്ങളുള്ള ഒരു സോവനീർ, അതിന് വേണമെങ്കിൽ പുസ്തകമെന്നും പറയാം. ആ സോവനീർ 974 പുറത്തു വരുന്നത് ഈ വെങ്ങാനൂർ സുരേന്ദ്രൻ എഡിറ്ററായിരുന്നു കൊണ്ടാണ്. അപ്പോൾ 2-3 പേര് അയ്യൻകാളി കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചരിതം പ്രചരിപ്പിക്കാൻ അവരുടെ അധ്വാനവും സമയവും ചെലവഴിച്ചു കഴിഞ്ഞു. അത് 974 വരെയുള്ള കാര്യമാണ് ഞാനീ പറയാം. 974 ശേഷം 980 ചെന്താരശ്ശേരിയുടെ പുസ്തകം പുറത്തു വരുന്നു. ഇവിടം മുതലാണ് നമുക്ക് അയ്യൻകാളിയായിട്ടുള്ള പരിചയം. അതിനു മുൻപ് ആ വീട്ടിലുള്ള 3 അംഗങ്ങൾ പ്രമുഖരായ എഴുത്തുകാർ അയ്യൻകാളിയെക്കുറിച്ച് തന്ന പൊതുജനങ്ങളുടെ മുന്നിലെത്തിച്ച അച്ചടി വിവരങ്ങൾ ഈ പുസ്തകങ്ങളുടെ വെളിച്ചത്തിൽ സൂചന പോലുമില്ല. ഇത് അയ്യൻകാളി കുടുംബത്തോട് നമ്മൾ കാണിക്കുന്ന അനാദരവാണ്. മനഃപൂർവ്വമാണോ എന്നത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു. അനാദരമാണത്. അയ്യൻകാളി നമ്മുടെ ദയ കൊണ്ടല്ല അയ്യൻകാളി ഒരു നവോത്ഥാന നായകനായി പുതിയ കാലത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ആ കുടുംബത്തിലെ തന്നെ അംഗങ്ങൾ മുൻകൈയെടുത്ത് വളരെ ആത്മാർത്ഥമായി ജാഗ്രതയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പുറത്തു വന്ന ആ 3 രചനകൾ, 1 സോവനീർ, 2 ലേഖനങ്ങൾ,
ഇതിനെ ഉപജീവിച്ചാണ് എല്ലാ ബഹുമാനത്തോടു കൂടിയും നമുക്ക് പറയാൻ കഴിയുന്നത്. പിന്നീട് വന്ന എഴുത്തുകാരോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണെങ്കിലും പറയാതെ വയ്യ, ഈ മുന്നേ നടന്ന അയ്യൻകാളി കുടുംബാംഗങ്ങളായ 3 പേരുടെയും രചനകളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അയ്യൻകാളിയുടെ ചരിത്രം മുന്നിലേക്ക് വരുന്നത്. ആ രചനകളിൽ നിന്നുള്ള വിവരങ്ങളാണ് പിന്നീട് വന്ന പുസ്തകങ്ങളിൽ മഹാഭൂരിപക്ഷവും ഉപയോഗിച്ചിട്ടുള്ളത്. അതത് ഗ്രന്ഥകാരന്മാർ അവർക്ക് പറ്റിയ രീതിയിൽ ചെറിയ അംശത്തിൽ പുതിയ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ അയ്യൻകാളി കുടുംബത്തിനെ തമസ്കരിക്കുന്നത് എന്തിന്? ആ കുടുംബാംഗങ്ങൾ പഠിച്ച് വിദ്യാഭ്യാസം നേടിയ ആദ്യ തലമുറയിൽപ്പെട്ടവരാണ് ആ 2 പേർ, വേലുക്കുട്ടി അപ്പൂപ്പൻ ഒഴിച്ച്. ഈ 2 പേരുടെയെങ്കിലും സംഭാവന, അയ്യൻകാളി സ്വപ്നങ്ങളുടെ BA-ക്കാരിൽപ്പെട്ട ആ 2 പേരുടെയെങ്കിലും സംഭാവന നമ്മൾ അറിയണ്ടേ? ഇത് ഞാനിതിൻ്റെ ഒരു സൈഡ് സ്റ്റോറി പോലെ ഉപകഥയായിട്ട് പറഞ്ഞു എന്നല്ലാതെ ഇത് വലിയൊരു കാര്യമായിട്ടൊന്നും ഞാനും കരുതുന്നില്ല. എങ്കിലും അത് സൂചിപ്പിക്കേണ്ട ബാധ്യത, കടമ എനിക്കുണ്ട്. ഇനി പറയാനുള്ളത് അയ്യൻകാളിയെക്കുറിച്ച് നമുക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച ഇന്നലെ പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ 4 ലേഖനങ്ങളും ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലുള്ള 1 ലേഖനവും വെച്ച് നോക്കുമ്പോൾ അയ്യൻകാളിയെക്കുറിച്ച് സമഗ്രമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. അതിനു മുമ്പേ തന്നെ നമുക്കറിയാം അയ്യൻകാളി ആരായിരുന്നു എന്നുള്ളത്. അതായത് പുതിയ തലമുറകൾ ഓരോ അയ്യൻകാളി ദിനത്തിലും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും വളരെ വിപുലമായ കണ്ടെത്തലുകളോ വ്യാഖ്യാനങ്ങളോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അയ്യൻകാളിയെക്കുറിച്ച്. മിക്കവാറും എല്ലാം തന്നെ സ്ഥാനത്താണ്, അസ്ഥാനത്താണെന്ന് പറയാനാവില്ല. അതിൽ വരുന്ന പാകപ്പിഴവുകളുണ്ട്, വസ്തുതാപരമായ പാകപ്പിഴവുകൾ. ഇത്തരം പാകപ്പിഴവുകൾ കഴിഞ്ഞ 40 കൊല്ലം കേരളത്തിൻ്റെ മുന്നിലേക്ക് വന്നത് മുഴുവൻ ശേഖരിച്ച് വിലയിരുത്തി അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ പുസ്തകം വരാനിരിക്കുന്നത്. അതിനർത്ഥം എൻ്റേത് അവസാന വാക്കാണെന്നല്ല, പക്ഷെ ഞാൻ അവസാനം നിൽക്കുന്നൊരു എഴുത്തുകാരൻ. ഇനി വരാനിരിക്കുന്നവർക്ക് ഇതിനെയും മറികടന്ന് കുറേ കൂടി വിവരങ്ങൾ അതിൽ ശേഖരിക്കാൻ കഴിയും. തമാശയോടെ പറയേണ്ട ചില കാര്യങ്ങളെ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യം, 1-2 കാര്യങ്ങൾ അയ്യൻകാളിയുടെ പ്രക്ഷോഭണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ പെരുന്നാട് എന്ന സ്ഥലത്ത് നടന്ന ലഹള. അതൊരു സമരം എന്ന് പറയാനാവില്ല, ലഹള. ഒരു പുലയ സമ്മേളനത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കാൻ സ്ത്രീകൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി വിളിച്ചുകൂട്ടിയ സമ്മേളനത്തെ സവർണ വിഭാഗത്തിലെ റൗഡികൾ ആക്രമിച്ച് അലങ്കോലപ്പെടുത്തിയതുമാണ് ആ ലഹളയുടെ ഉള്ളടക്കം. ഈ ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടുവന്നിട്ടുള്ള ഈ കഥകളിലൊക്കെ സരസമായ ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ലഹള നടക്കുന്നു, ആ ലഹളയിലെ പ്രതികളായിട്ടുള്ള പുലയന്മാരെ കേസിൽ നിന്ന് രക്ഷിക്കാനായി കൊല്ലത്തുള്ള ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു വക്കീൽ ഈ കേസ് ഏറ്റെടുക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ കേസ് വാദിക്കാം, ജയിക്കാം. നിങ്ങളെൻ്റെ ഒരു കുളം, കൊല്ലം പട്ടണത്തിന് നടുക്കുള്ളൊരു കുളം, കുമ്മാൻ കുളം എന്ന കുളം, അത് വെട്ടി ക്ലിയറാക്കി തന്നാൽ ഞാൻ അത് വക്കീൽ ഫീസായി കണക്കാക്കിക്കോളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മൾ കേട്ടുവന്ന കഥകളിലൊന്നാണ്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉള്ളതായിട്ട് നമുക്കറിയില്ല. കാരണം ഈ പറയുന്ന തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു കുളം കൊല്ലം പട്ടണത്തിലില്ല. ആ കുളം ഇന്നുമുണ്ട്. ആ കുളത്തെക്കുറിച്ച് പിറ്റേ കൊല്ലം 915 ഈ സംഭവം നടക്കുന്ന 915 അടുത്ത പ്രജാസഭാ സമ്മേളനത്തിൽ കൊല്ലത്ത് നിന്ന് വന്ന പ്രതിനിധി പറയുന്നത്, സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, ഈ കുളം പൊതുസ്വത്താണ്, അത് ക്ലിയർ ചെയ്യാൻ സർക്കാർ വൈകിയിരിക്കുന്നു, അത് പെട്ടെന്ന് വേണം. അതായത് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള കഥകളിൽ ഇതൊരു വക്കീലിൻ്റെ കുളമാണെന്നും ഇത് വെട്ടിക്കൊടുത്താൽ അദ്ദേഹം കേസ് വാദിക്കുമെന്നും ഒക്കെയുള്ള കഥകളാണ്. അത് രേഖാപരമായി നമ്മളത് തെളിയിക്കുന്നത് നമ്മുടെ മുന്നിൽ വരുന്നത് ഇതൊരു വക്കീലിൻ്റെ അല്ല കുളം, പൊതു കുളമാണ്. അതിനർത്ഥം ഈ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു കലാപത്തിൻ്റെ ലഹളയുടെ കഥ ട്വിസ്റ്റ് ചെയ്ത് മാറ്റുന്നു. അതിന് വാസ്തവമായൊരു ബന്ധമില്ല. ഇതേ ലഹള 2 മാസം കഴിഞ്ഞപ്പോൾ കൊല്ലം പട്ടണത്തിൽ നിന്ന് 7 കിലോമീറ്റർ അപ്പുറത്തുള്ള പെരുന്നാടാണ് നമ്മളീ പറയുന്ന സ്ഥലം.
അവിടെ നിന്ന് കൊല്ലം പട്ടണത്തിലേക്ക് വരുന്നു 2 മാസം കഴിഞ്ഞപ്പോൾ. ഒരു സമാധാന സമ്മേളനം കൂടുന്നു. അയ്യൻകാളിയാണ് മുൻകൈ എടുക്കുന്നത്. പക്ഷേ അവിടെ സമ്മേളനം ചേരാനുള്ള സ്ഥലമില്ല. അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് അവിടെ ഒരു സർക്കസ് കൂടാരം, സർക്കസ് നടത്തുന്ന ഒരു മലബാറിൽ നിന്ന് വന്ന ചെറുമ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയുടെ സർക്കസ് കൂടാരമുണ്ട്. ഈ സർക്കസ് കൂടാരത്തിൽ സമ്മേളനം നടത്താൻ അയ്യങ്കാളിയെ ഇവർ അനുവദിക്കുന്നു. ഇതാണ് കഥ. അങ്ങനെ ആ കൂടാരത്തിൽ വെച്ച് ഈ സമ്മേളനം ചേർന്നു എന്നാണ്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് ഇങ്ങനെ ഒരു സർക്കസ് നടത്തുന്ന കാര്യം അക്കാലത്ത് അവിടെയില്ല. അക്കാലത്ത് അവിടെ ഒരു സർക്കസ് ടെൻറ്റോ സർക്കസോ അവിടെയില്ല. പിന്നൊന്ന്, ഈ പറയുന്ന വനിതയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ കേരളീയയല്ല, മലയാളിയല്ല, രാജസ്ഥാനിൽ നിന്ന് വന്ന ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ഒരു സർക്കസിനോടടുത്ത മെയ്യഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു സ്ത്രീയാണ് അവർ. പക്ഷെ നമ്മൾ കേട്ട കഥകൾ എവിടെയാണ് നിൽക്കുന്നത്? അയ്യൻകാളിയുടെ ആരാധികയായ ഒരു സ്ത്രീ നടത്തിയിരുന്ന സർക്കസ് കൂടാരത്തിൽ ഈ സമ്മേളനം ചേർന്നു എന്നാണ്. അതും വെറും ഒരു കിംവദന്തി, കേട്ടുകേൾവിയാണെന്ന് നമ്മൾ വസ്തുതകൾ കൊണ്ട് മനസ്സിലാക്കുന്നു. ഇത് തന്നെ മറ്റൊരു കാര്യം. ഇതൊക്കെ അയ്യൻകാളിയുടെ വലുപ്പവും തലപ്പൊക്കവും ഇകഴ്ത്തുന്ന തരത്തിലുള്ള ഉപകഥകളാണത്. ഇനി അടുത്തൊരു കഥ ഇങ്ങനെയാണ്. ഈ സമാധാന സമ്മേളനം ചേരാൻ സർക്കാർ അനുവദിക്കില്ല. കാരണം ഇനിയും ഒരു ലഹളയുടെ സമാധാന സമ്മേളനം, ഇനിയും ഒരു ലഹളയ്ക്ക് ഇവിടെ അവസരം ഉണ്ടാക്കില്ല. അതുകൊണ്ട് സർക്കാർ അത് സമ്മതിച്ചില്ല. അപ്പോൾ അവിടെയുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ദളിതനായ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ സർക്കാരിന് ഉറപ്പ് കൊടുത്തു, ഞാൻ സൂക്ഷിച്ചോളാം, ഒരു ലഹളയും വരാതെ സമ്മേളനം നടത്താൻ അനുവദിക്കാം. അങ്ങനെ പറഞ്ഞു സമ്മേളനം നടത്തി. ഇതാണ് നമ്മൾ അച്ചടിച്ച പുസ്തകങ്ങളിൽ കേൾക്കുന്നത്. ഇവിടെയും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് ഈ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ ചാർജ് എടുക്കുന്നത് വീണ്ടും 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും അയ്യൻകാളിയുടെ മഹത്വത്തെയും ആ തലപ്പൊക്കത്തെയും ഇകഴ്ത്തുന്ന തരത്തിലുള്ള ഉപകഥകൾ ഈ പുസ്തകങ്ങളിൽ കൂടെ ഞാനടക്കമുള്ള വായനക്കാർ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അനവധി കാര്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ലഹള എന്ന് പറയുന്ന ഊരൂട്ടമ്മന ലഹളയെക്കുറിച്ച്, അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന ആ ചെറുത്തുനിൽപ്പിനെക്കുറിച്ച് നമുക്കൊരു 1-2 വാചകത്തിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന അറിവേ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ, ആർക്കൈവ്സിലും പുരാരേഖ ശേഖരത്തിലും അന്വേഷിച്ച് ചെല്ലുമ്പോൾ, ഇപ്പോൾ വരാനിരിക്കുന്ന എൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 28 കോടതി രേഖകളുടെ മുഴുവൻ ടെക്സ്റ്റും കൂടിയാണ് വരുന്നത്. നമ്മൾ ആ ലഹളയെക്കുറിച്ച് കേട്ടതിൻ്റെ 100 മടങ്ങ് ഭീകരമായ വിശദീകരണങ്ങളോടെയുള്ള കോടതി രേഖകളാണ് ഈ പുറത്തു വരുന്നത്. ഇതൊന്നും ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അതായത് അയ്യൻകാളിയുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ ചെറിയ അംശത്തിലുള്ള ചില കാര്യങ്ങൾ ആണ് നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അത് ആ വ്യക്തിത്വത്തിൻ്റെ വലിപ്പം അറിയാൻ അത് മതി, അത് ശരി. പക്ഷേ ഇതുപോലുള്ള ഒരു ജനകീയ പ്രസ്ഥാനത്തിന്, സമാനതയില്ലാത്ത ഒരു ജനകീയ പ്രസ്ഥാനത്തിന് അത്രമാത്രം പരിമിതമായ അറിവുകൾ, അതും രേഖകൾ നമുക്ക് ചാരെ ഇരിക്കാതെ, തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിൽ തലസ്ഥാനത്തുള്ള ആർക്കൈവ്സിൻ്റെ ഡയറക്ടറേറ്റിൽ ഈ ആയിരക്കണക്കിന് രേഖകൾ ഇരിക്കുമ്പോഴും അയ്യൻകാളിയെക്കുറിച്ചുള്ള വസ്തുത നമ്മുടെ മുന്നിലേക്ക് കുറച്ചേ വരുന്നുള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഇന്നലെ പുറത്തു വന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ എൻ്റെ സുഹൃത്തുക്കൾ എഴുതിയ 4 ലേഖനങ്ങളും ഇന്നത്തെ മാതൃഭൂമിയിലുള്ള ഒരു ലേഖനവും മുൻനിർത്തിയാണ്. ആ ലേഖനങ്ങളൊക്കെ ബഹുമാന്യരായ എഴുത്തുകാരുടെ തന്നെ കുറച്ച് വാസ്തവങ്ങൾ അതിലുണ്ട്. ഒരുപാട് അബദ്ധങ്ങൾ അതിനെ പറയാനാവില്ല. പക്ഷേ പരിമിതമായ അല്ലെങ്കിൽ വ്യാജമായ ചരിത്രാഖ്യാനങ്ങളും ഉള്ളതാണ്. ഇത്രയും പ്രമുഖരായ എഴുത്തുകാരിൽ നിന്ന് പാടില്ലാത്തതാണ്. പക്ഷെ അത് വരാനിരിക്കുന്നത് മാതൃഭൂമി പോലുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നൊരു ലേഖനം നാളെ നമ്മുടെ കുട്ടികൾ അത് ആവർത്തിച്ച് ഇതാണ് വാസ്തവമെന്ന് ഉദ്ധരിക്കാനായിട്ട് അവർക്ക് മടിയുണ്ടാവില്ല. ഈ അപകടം ഇവിടെയുണ്ട്. ഇതിൽ തന്നെ എണ്ണിപ്പറയാൻ ഒട്ടേറെയുണ്ട്. ഞാൻ ഈ പറഞ്ഞ 5 ലേഖനങ്ങളിലും ഒട്ടേറെ വിവരങ്ങൾ വ്യാജ വ്യാഖ്യാനങ്ങളാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയണം. ഇതിന് വേണ്ട ഒരു ഗവേഷണ കേന്ദ്രം വേണം. ഈ ആവശ്യമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ കേൾക്കാനായി നാടിൻ്റെ എല്ലാ ഭാഗത്തും നടത്തിയ സമ്മേളനങ്ങളിൽ
കണ്ണൂർ നടത്തിയ സമ്മേളനത്തിൽ PKS-ൻ്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ അവിടെ പങ്കെടുത്തു. ഞാൻ അതിനു മുന്നേ തന്നെ അവരോട് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ഞാൻ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ വേണ്ട ത്രാണി എനിക്കില്ല. പക്ഷേ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അയ്യൻകാളിയെക്കുറിച്ച്, അത് ഈ പൊതുവേദിയിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉള്ള അനുവാദം വേണം. അവരത് സമ്മതിച്ചു. കണ്ണൂർ ഞാനത് പങ്കെടുത്തു. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, അയ്യൻകാളിയെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച തരത്തിലുള്ള വൈകല്യങ്ങൾ ഉള്ള ഒരു ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. മാത്രമല്ല, അദ്ദേഹം ജനിച്ചു വളർന്ന, ജീവിച്ചു മരിച്ച, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തലസ്ഥാനമെന്ന് പറയാവുന്ന വെങ്ങാനൂരിൽ അദ്ദേഹത്തിൻ്റേതായി ഒരു സ്മാരകവും ഇല്ല എന്നാണ് പറയേണ്ടത്. ശവകുടീരം ആണ് നമുക്കൊരു സ്മാരകമായി അവിടെ ഉള്ളത്. അദ്ദേഹം നടത്തിയിരുന്ന സ്കൂൾ, അത് അദ്ദേഹം തന്നെ നടത്തിയാണ്, നമ്മളായിട്ട് പുതിയ തലമുറയായിട്ട് കൊടുത്തതല്ലത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു സ്മാരകം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വെങ്ങാനൂരിൽ അയ്യൻകാളിയുടെ ജന്മനാട്ടിൽ ഉണ്ടാകണം. അത് ആധുനികമായ ശാസ്ത്രീയമായ രീതിയിൽ അയ്യൻകാളി പ്രസ്ഥാനത്തെയും മറ്റെല്ലാ നവോത്ഥാന ജനകീയ പ്രസ്ഥാനങ്ങളെയും പഠിക്കാൻ ഉപകരിക്കുന്ന വിവരങ്ങൾ കിട്ടാൻ പ്രാപ്തമായ ഒരു സ്മാരകമാണ് വേണ്ടത് എന്നത് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ അപ്പടി അത് അദ്ദേഹം അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഗൗരവമായി ആലോചിക്കാം എന്നാണ്. തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നത്. അപ്പോൾ അത് സർക്കാരിൻ്റെ ഞാനിത് പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നത് അതിനു മുൻപേ തന്നെ കേരള സർക്കാർ 2 തരത്തിൽ അയ്യൻകാളിയെ ആദരിച്ചു. തിരുവനന്തപുരത്ത് തന്നെ. ഒന്ന് VJT ഹാൾ എന്ന പഴയ പ്രജാസഭാ സമ്മേളനം നടന്നിരുന്ന ആ ഹാളിന് അയ്യൻകാളി ഹാൾ എന്ന് പേര് കൊടുത്തു. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച ഉരുട്ടമ്പലം സ്കൂൾ, ലഹള നടന്ന സ്കൂൾ, ആ സ്കൂളിന് പഞ്ചമി അയ്യൻകാളി മെമ്മോറിയൽ സ്കൂൾ എന്ന് പേര് കൊടുത്തു. ഈ 2 സംഭവങ്ങളും തന്ന ധൈര്യമാണ് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു അപേക്ഷ വയ്ക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം അത് ഏറ്റെടുത്തു. അത് വൈകാതെ അതിന് പ്രതികരണം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, അയ്യൻകാളി നയിച്ച പ്രസ്ഥാനം കുട്ടിക്കഥകൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു എളുപ്പത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കഥ പോലെ തീർക്കേണ്ട ഒന്നല്ല. അത് സമാനതയില്ലാത്തതാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഇവിടെ ഞാൻ അയ്യൻകാളി 20 കൊല്ലം 21 കൊല്ലം അദ്ദേഹം പ്രജാസഭ അംഗമായിരുന്നു. അതിൽ 20 കൊല്ലമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഒരു കൊല്ലം 1925 അയ്യൻകാളി ഉൾപ്പെടെയുള്ള പ്രജാസഭാംഗങ്ങൾ ആ സമ്മേളനം ബഹിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ച് 20 കൊല്ലം 1912 മുതൽ 1932 വരെയുള്ള 20 കൊല്ലം അദ്ദേഹം നടത്തിയ 40 പ്രസംഗങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വരാനിരിക്കുന്ന എൻ്റെ പുസ്തകത്തിൽ ഈ 40 പ്രസംഗങ്ങളുടെയും മുഴുവനായ സർക്കാർ രേഖകളുടെ തർജ്ജമ അതിനകത്തുണ്ടാകും. പിന്നെ അക്കാലത്ത് അയ്യൻകാളി ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകരുടെ പ്രസംഗങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഒന്നൊഴിയാതെ മുഴുവൻ അതിലുണ്ടാകും. അങ്ങനെ സമഗ്രമായ രീതിയിൽ അതുണ്ട് അവിടെ. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്ന വിവരം പുതിയ തലമുറയ്ക്ക് ആർക്കൈവ്സിലും മറ്റു സ്ഥലങ്ങളിലും സൂക്ഷിച്ചുള്ള രേഖകളടക്കം പുതിയ തലമുറയുടെ മുന്നിലേക്ക് കൊടുക്കാവുന്ന തരത്തിൽ ഒരു സ്മാരകം, അയ്യൻകാളി മെമ്മോറിയൽ ഗവേഷണ സ്ഥാപനം എന്നോ മറ്റോ പേരിടുന്ന ഒരു സ്ഥാപനം വേണം എന്നതാണ് ഞാൻ കുറേ കാലമായി അഭിമുഖീകരിക്കുന്ന ഒരു അടിയന്തര ആവശ്യം. കാരണം ഓരോ ദിവസവും അയ്യൻകാളിയെക്കുറിച്ച് ഓരോരുത്തരും അവരുടെ ആദരം കൊണ്ട്, ബഹുമാനം കൊണ്ട് പറയുന്നതിൽ പലതും വസ്തുനിഷ്ഠമല്ല. അത് ഇദ്ദേഹത്തെ ഇതുപോലുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഇടയിൽ തിരികെ വയ്ക്കാൻ പാടില്ലാത്തതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ്ടും കാണുന്ന ഒരു പോസ്റ്ററുണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ. അയ്യൻകാളി ചോദിക്കുന്നു, നമ്മുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കാത്ത ദൈവത്തെ നീ എന്തിനാണ് ആദരിക്കുന്നത് എന്ന മട്ടിൽ ഒരു തമിഴ് ചൊല്ലിൽ അയ്യൻകാളിയുടെ വാക്കുകൾ ചേർത്ത് വെച്ച ഒരു പോസ്റ്ററാണ് ഈ ഫേസ്ബുക്കിലുള്ളത്. ഇത് കുറേ കാലമായി വരുന്നുണ്ട്. ഓരോ തവണയും ഞാൻ അതിൻ്റെ പോസ്റ്റ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കും, ഇതിൻ്റെ ഉറവിടം എന്താണ്? എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. യഥാർത്ഥത്തിൽ എന്താണത്?
ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അയ്യൻകാളി ഒരു ഭൗതികവാദിയാണെന്ന് കേട്ടാൽ എന്നെപ്പോലെ സന്തോഷിക്കുന്ന ആളുകൾ കുറവായിരിക്കും. പക്ഷെ ഞാൻ അനാവശ്യമായി വസ്തുനിഷ്ഠമല്ലാതെ അങ്ങനെ ആഗ്രഹം വയ്ക്കാൻ പാടില്ലല്ലോ. അയ്യൻകാളി ആരായിരുന്നു എന്നതാണ് നമ്മുടെ മുന്നിൽ വരേണ്ട വിഷയം. അദ്ദേഹം മനുഷ്യനായിരുന്നു, പച്ച മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ആ പോരാട്ടങ്ങൾക്ക് തിളക്കം വരുന്നത്. അദ്ദേഹം അക്കാലത്തെ നവോത്ഥാന കാലത്തെ എല്ലാ പോരാട്ടങ്ങളോടും എല്ലാ ബഹുജന മുന്നേറ്റങ്ങളോടും ഐക്യം പ്രകടിപ്പിച്ച ആളാണ്. ഈ പോസ്റ്ററിൽ കാണുന്ന പോലുള്ള വങ്കത്തരം എഴുതാനോ പറയാനോ പറ്റുന്ന ഒരാളല്ല അദ്ദേഹം. അയ്യൻകാളിക്ക് നാരായണ ഗുരുവോ കുമാരനാശാനോ അല്ലെങ്കിൽ ടി കെ മാധവനോ ചെയ്തതുപോലെ ക്ഷേത്രപ്രവേശനമോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാം അജണ്ടയോ അയ്യൻകാളിയുടെ മുന്നിലില്ല. പക്ഷെ അദ്ദേഹം ഒരു നവോത്ഥാന സമാരംഭത്തിനെയും തള്ളി പറഞ്ഞിട്ടില്ല. ഓരോന്നിനെയും അദ്ദേഹം കൂടെ നിൽക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഈ വംഗശിരോമണികൾ പ്രചരിപ്പിക്കുന്നതിന് വിരുദ്ധമാണ് താനും. ക്ഷേത്രപ്രവേശനത്തിൽ മാത്രമല്ല, ക്ഷേത്രപ്രവേശന ആഘോഷത്തിൽ മാത്രമല്ല, ക്ഷേത്രപ്രവേശനം വേണമെന്ന് ആവശ്യപ്പെടുന്ന സമ്മേളനത്തിൽ നിന്ന് രൂപപ്പെട്ട കമ്മിറ്റിയിലെ പ്രധാന അംഗമായി വരെ നിന്ന ആളാണ് അയ്യൻകാളി. ഞങ്ങളുടെ ജനങ്ങൾക്ക് ക്ഷേത്രങ്ങൾ പണിയാൻ സർക്കാർ തടിയും മറ്റ് സൗകര്യങ്ങളും തരണം, ഇങ്ങനെ പലവട്ടം ആവശ്യപ്പെടുന്ന ആളാണ് അയ്യൻകാളി. അദ്ദേഹം ഒരു ഭൗതികവാദിയാണോ എന്നത് എനിക്കറിയില്ല. ആവാൻ സാധ്യത കുറവാണ്. പക്ഷെ നാരായണ ഗുരുവിനെ പോലെ ഒരു ആത്മീയ ആചാര്യനല്ല അദ്ദേഹം, അത് സമ്മതിക്കാം. പക്ഷെ ഇല്ലാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തി അത് പുതിയ തലമുറയുടെ മുന്നിലേക്ക് വ്യാജമായൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് എന്തിന്? എവിടെ നിന്നാണ് ഇതിനുള്ള വിവരങ്ങൾ കിട്ടുന്നത്? അയ്യൻകാളി അദ്ദേഹത്തിൻ്റെ പ്രജാസഭ പ്രസംഗങ്ങളിലും നേരത്തെ പറഞ്ഞ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പങ്കാളിത്തത്തിലും വർക്കല ശിവഗിരിയിലാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രവേശനം പിടിച്ചു വാങ്ങാൻ ഒരു കമ്മിറ്റി രൂപപ്പെടുന്നത്. ആ കമ്മിറ്റിയിലെ പ്രമുഖനായ അംഗമാണ് അയ്യൻകാളി. അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് പിന്നീട് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ക്ഷേത്രം സ്ഥാപിക്കാൻ കാട് വെട്ടിത്തെളിക്കാൻ ഞങ്ങൾ വേണം, പുലയരും മറ്റ് ആളുകളും. പക്ഷെ ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ ഞങ്ങളെ അവിടെ കയറ്റില്ല. ഇങ്ങനെ അദ്ദേഹം പ്രസംഗിച്ച വാർത്ത പോലും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടോ ക്ഷേത്രപ്രവേശനം കിട്ടി. 1936 ക്ഷേത്രപ്രവേശനം വന്ന ശേഷം തിരുവനന്തപുരം നഗരത്തിൽ നടന്ന ഘോഷയാത്രയിൽ നല്ല ഉയരവും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് ഘോഷയാത്രയിൽ എവിടെയും അദ്ദേഹത്തെ തിരിച്ചറിയാം. അന്ന് അതിനോടൊപ്പമുള്ള ജൂബ രാമകൃഷ്ണപിള്ള എന്ന മഹാനായ തൊഴിലാളി നേതാവ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട്, തലപ്പൊക്കം കൂടുതലുകൊണ്ട് അയ്യൻകാളി ആ ഘോഷയാത്രയിൽ എവിടെ നിന്നാലും കാണാം. അതായത് ആ ആഘോഷത്തിൻ്റെ മുന്നിൽ അദ്ദേഹമുണ്ട്. നമ്മുടെ ഈ ചങ്ങാതിമാർ പറയുന്നത് പോലെ അല്ലത്. ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു വിമോചനമാണ് ക്ഷേത്രപ്രവേശനവും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യവും. അയ്യൻകാളി സ്വന്തം നിലയ്ക്ക് തന്നെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം നിലയ്ക്ക് പൊരുതിയ ആളാണ്. മറ്റാളുകൾ വൈക്കത്തോ മറ്റെവിടെയെങ്കിലും അത്തരം ഒരു സമാരംഭം നടത്തിയാൽ അദ്ദേഹം തള്ളിക്കളയുമെന്ന് ഊഹിക്കാൻ എങ്ങനെ കഴിയും? അത്തരം ഒരു മുന്നേറ്റത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. 4 നൂറ്റാണ്ടിലേറെയായി രേഖാപരമായി പഠിക്കുന്ന ഞാൻ അത് കണ്ടിട്ടില്ല. പിന്നെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഇത്തരം കാര്യങ്ങൾ? അതായത് അദ്ദേഹം ഒരു ആത്മീയവാദിയല്ല, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ചെന്ന് നിത്യവും പൂജ നടത്താൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇഷ്ടക്കേടുകളൊന്നും എനിക്കറിയില്ല, പക്ഷെ അതിനുള്ള സാഹചര്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടുകൾ മിക്കതും നമ്മുടെ ഈ ദൈവങ്ങളുടെ പേരുകൾ ചേർത്ത് വരുന്ന പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളെന്ന് ആ കുടുംബ അംഗങ്ങൾ പ്രസിദ്ധീകരിച്ച സോവനിയറിലടക്കമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ആത്മീയവാദി അല്ലെങ്കിൽ പോലും ദൈവനിഷേധിയല്ല. അത്യാവശ്യം സാധാരണ മനുഷ്യൻ്റെ ഒരു ദൈവവിശ്വാസമൊക്കെ സൂക്ഷിച്ചിരുന്ന ആളാണ്. നാടകങ്ങൾ അദ്ദേഹം മുൻകെടുത്ത് നടത്തിയ നാടകങ്ങളുടെ പ്രമേയങ്ങളടക്കം അതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ ചങ്ങാതിമാർ പറയുന്ന തരത്തിലല്ല അയ്യൻകാളി. എന്ന് വെച്ച് അയ്യൻകാളിയെ ഒരു പുതിയ കാലത്തെ ഒരു സംഘപരിവാറിൻ്റെ ഒക്കെ ഇനത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന തരം ആളല്ല താനും. ഇതിനിടയ്ക്കാണ് ആ സംഗതി. അത്യാവശ്യം ജനങ്ങളുടെ കൂടെ നിന്ന ഒരു ചെറിയ വിധത്തിലുള്ള ദൈവഭക്തിയോ വിശ്വാസമോ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അതാണ് ഈ പ്രജാസഭയിലെ ഈ ഡിമാൻഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പങ്കാളിത്തം, അയ്യൻകാളി ഉൾപ്പെടുന്ന ക്ഷേത്രപ്രവേശന ആഘോഷ കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം ഇരിക്കുന്ന ഫോട്ടോ
16 കൊല്ലം മുൻപേ എൻ്റെ പുസ്തകത്തിൽ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരിക്കെ തന്നെ അദ്ദേഹത്തെ വ്യാജമായ ഒരു ആഖ്യാനത്തിലൂടെ നമ്മുടെ ആളുകൾ മറ്റു തരത്തിൽ ചിത്രീകരിക്കുന്നത്. ഇതൊക്കെയാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അലട്ടിയിരുന്നത്. ഇതാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇങ്ങനൊരു ഡിമാൻഡ് വയ്ക്കാൻ കാരണം. ശാസ്ത്രീയമായ ഒരു ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് വേണം. അദ്ദേഹത്തിൻ്റേതാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നവോത്ഥാന സമാരംഭം. അത് ശാസ്ത്രീയമായി പഠിക്കണം. അതിൻ്റെ നേർത്ത സൂക്ഷ്മാംശങ്ങൾ പഠിക്കാൻ കഴിയണം. ഒരു കെട്ടുകഥ പോലെ ആവരുത്. ഈ കെട്ടുകഥ പോലെ ആവരുതെന്ന് പറയുന്നത് എന്തെങ്കിലും മറ്റൊരു നിർബന്ധ ബുദ്ധി കൊണ്ടല്ല. അത് നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഇന്ത്യയിൽ ഇത്തരം കെട്ടുകഥകളും അപ്പോൾ കണ്ടെടുക്കുന്ന ആഖ്യാനങ്ങളും കൊണ്ട് ഒരു മഹാരാജ്യത്തെ, ഇന്ത്യയെ തന്നെ കുട്ടിച്ചോറാക്കുന്ന കഥകൾ നിങ്ങൾക്കറിയാം. ക്ഷേത്രത്തിൻ്റെ അടിയിൽ മുസ്ലിം പള്ളിയാണ് എന്ന് തകിടോ മറ്റോ എഴുതി പിടിപ്പിച്ച് ഓരോ ദിവസവും ഗവേഷകർ എന്നുള്ള വ്യാജേന ആളുകൾ വരുന്നു. ഇതാരെക്കുറിച്ചും പറയാം. നാളെ അയ്യൻകാളിയുടെ ഒരു ചെമ്പോല എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് ഒരു അയ്യൻകാളി ജനങ്ങൾക്ക് പ്രിയനായി മാറും തോറും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കാം എന്ന് വന്നാൽ നാളെ ഇതങ്ങനെ ആവാം. ഈ പറഞ്ഞ ഇവരുടെ ഈ വ്യാജ പോസ്റ്ററിന് തുല്യമായി എന്തും നാളെ വരാം. അത് മറ്റു പലരെക്കുറിച്ചും വരുന്നുണ്ട്. അയ്യങ്കാളിയെക്കുറിച്ച് വേറെയുണ്ട്. ഞാനിപ്പോൾ ചുരുക്കുന്നു അത്. ഇതൊക്കെ അതുകൊണ്ട് ഈ ചരിത്രത്തിൻ്റെ ദുർവ്യാഖ്യാനത്തെ നമുക്ക് തടഞ്ഞേ പറ്റൂ. അത് അയ്യൻകാളിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബന്ധനമല്ല, എല്ലാവരെക്കുറിച്ചും അതാണ്. ആരെക്കുറിച്ചും അത്തരം കാര്യങ്ങൾ വരാൻ പാടില്ല. നമ്മൾ വളരെ ആദരിക്കുന്ന ആളുകളുടെ മറ്റെന്തെങ്കിലും തരത്തിൽ പോരായ്മകളോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതടക്കം വിദ്യാർത്ഥികൾ, ജനങ്ങൾ അറിയണം. അത് മൂടി വയ്ക്കാനുള്ളതല്ല. അത് വലിയ തരത്തിലൊരു ഭിന്നിപ്പ് വരുന്ന കാര്യത്തിൽ മാത്രമേ നമുക്കത് ഒതുക്കി വെക്കേണ്ടതുള്ളൂ. അല്ലാത്തിടത്തോളം ഇത്തരം ചരിത്ര സംഭവങ്ങൾ വരണം. പറഞ്ഞാൽ ഇഷ്ടക്കേടുണ്ടാകുന്ന പലതും എല്ലാവരെക്കുറിച്ചുമുണ്ട്. എല്ലാ നവോത്ഥാന നായകരെക്കുറിച്ചുമുണ്ട്. നമുക്ക് തരുന്ന സ്തുതി പാഠനത്തിൻ്റെ വ്യഗ്രത കൊണ്ട് നമുക്ക് തരുന്ന പലതും അങ്ങനെയല്ല. അതുകൊണ്ട് ഈ കരയിൽ തന്നെ നവോത്ഥാന നായകർക്ക് ക്ഷാമമില്ല. ഞങ്ങളുടെ ചെറായിയിൽ നിന്ന് മുതൽ സഹോദരൻ അയ്യപ്പൻ, ഇവിടെ വന്നാൽ KK കണ്ണൻ മാഷ്, TA പരമൻ, തെക്കോട്ട് പോയി കഴിഞ്ഞാൽ PK കൊടിയൻ, അതിൻ്റെ അടുത്ത് വരുന്ന സ്ഥലത്ത് നിന്ന് ദാക്ഷായണി വേലായുധൻ ജനിച്ച അമ്മ വീട്, ഇങ്ങനെ നവോത്ഥാന നായകരുടെ ഒരു ഇതിനിടയ്ക്ക് കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ ദലിത് കവി ഇവിടെ നിന്ന് വെറും 5 കിലോമീറ്റർ തെക്കുവശത്തുള്ള നായരമ്പലത്തെ നമ്പ്രാട്ടിത്തറ എന്ന വീട്ടിൽ ജനിച്ച ചോതി ചാത്തനാണെന്ന് നമുക്കറിയില്ല. ആദ്യത്തെ ഞാൻ ഇതിനിടയ്ക്ക് വഴിമാറുകയല്ല, പറയുന്നു ഈ ഈ സ്മാരകത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ്. നായരമ്പലത്തെ നമ്പ്രാട്ടിത്തറ എന്ന വീട്ടിൽ ജനിച്ച ചോതി ചാത്തൻ എന്ന കവിയാണ് അദ്ദേഹം. ആദ്യത്തെ കൊച്ചി പുലയ സഭ രൂപീകരിക്കുന്ന സമ്മേളനത്തിൽ 1913 എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ കൂടിയ സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൻ്റെ 2ാം സമ്മേളനത്തിൽ സ്വന്തമായി എഴുതിയ കവിത ചൊല്ലിയെന്ന് മാത്രമല്ല, ഈ വരെ ഞാൻ കണ്ടെടുത്തതല്ല, അന്ന് തന്നെ തൊട്ടടുത്ത ലക്കം വരുന്ന ഏറ്റവും പ്രമുഖമായ ഭാഷാഭോഷി മാസികയിൽ ഈ ചോതി ചാത്തൻ്റെ കവിതയെ ഒക്കെ ഒരു ആസ്വാദനം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാട്ടിൽ. അന്ന് തന്നെ, അന്നത്തെ ഇന്നും ഏറ്റവും പ്രമുഖമായ സാംസ്കാരിക പത്രമാണ്. അപ്പോൾ കേരളത്തിന് അറിയാത്തല്ല ആ ചാത്തൻ ആരാണെന്ന്. പക്ഷെ ആ ചാത്തൻ ആരാണെന്ന് അറിയിക്കാൻ എന്നെപ്പോലെ ഒരു ചെറിയ ആൾ പിൽക്കാലത്ത് വേണ്ടി വന്നു. ഈ ചാത്തൻ വെറും ഒരു വ്യക്തി മാത്രമല്ല, ഒരു പ്രസ്ഥാനത്തെ, സഹോദരൻ അയ്യപ്പൻ പോലും രംഗത്ത് വരുന്നതിന് മുന്നേ കൊച്ചി നാട്ടുരാജ്യത്തിലെ നവോത്ഥാന സമാരംഭങ്ങളുടെ വേണമെങ്കിൽ പറയാം പണ്ഡിറ്റ് കറുപ്പൻ്റെ ശിഷ്യനായി നിന്നുകൊണ്ട് ആ സമാരംഭങ്ങൾക്ക് സ്വന്തം ശരീരം ഇരയാക്കിയ ആളാണ്. ഈ എഴുതിയ കവിതകൾ നാട് മുഴുക്കെ ചൊല്ലി നടന്ന് വേണ്ടതിലേറെ തല്ലുകൊണ്ട ആളാണ്. പാല്യം നടയിൽ പിൽക്കാലത്ത് നമ്മളറിയുന്ന പാല്യം സമരം വരുന്നതിനേക്കാൾ 3 പതിറ്റാണ്ട് മുൻപേ പാല്യം നടയിൽ അടക്കം ചെന്ന് ജാതിവിരുദ്ധ കവിതകൾ ചൊല്ലി അടികൊണ്ട ആളാണ്. അങ്ങനെയുള്ള ആ ചാത്തനെ നമുക്കറിയില്ല. ഇങ്ങനെ പലതും നമ്മുടെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകുന്നു. ഇടവനക്കാട്ടുകാരനായ KK കണ്ണൻ മാഷ് ആദർശ രാഷ്ട്രീയത്തിൻ്റെ സിമ്പലാണ്, അതിൻ്റെ ബിംബമാണ്. പക്ഷെ മാഷിനെ നമുക്കറിയില്ല.
കേരള നിയമസഭയിലെ തിരുക്കൊച്ചി നിയമസഭയിലെ അംഗമായിരുന്ന ആ അദ്ദേഹത്തെ നമുക്കറിയില്ല. ഇത് ഇത്തരം കാര്യങ്ങൾക്കൊരു പരിഹാരമെന്ന നിലയ്ക്കാണ് അയ്യൻകാളിയുടെ ജന്മനാട്ടിൽ ഒരു ചരിത്ര പഠന കേന്ദ്രം വരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അയ്യൻകാളിയെക്കുറിച്ച് 100 നാവാണ് എന്ന് ആളുകൾ പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. എനിക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ചുരുക്കാനാവാത്തതാണ്. 821 രേഖകൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകം പുറത്ത് വരാനിരിക്കെ അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇതാണ് അയ്യൻകാളി എന്ന് പറയാൻ ആവുന്നില്ല. അത്രമാത്രം പുറത്ത് വരാത്ത അത്രമാത്രം വലിയ ഭാഗങ്ങൾ, വിവരങ്ങൾ, ചരിത്ര വിവരങ്ങളുള്ള ഒരു വലിയ നവോത്ഥാന നായകനാണ് ശ്രീ അയ്യൻകാളി എന്ന് ചുരുക്കാനേ പറ്റൂ. ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 പത്രങ്ങളിലായി വന്ന മാതൃഭൂമിയുടെ 2 വിഭാഗങ്ങളിൽ വന്ന 5 ലേഖനങ്ങളിൽ കാണുന്ന പലതും അസ്ഥാനത്താണ് എന്ന് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കാണാം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇന്ന് നമ്മൾ വായിക്കുന്ന മാതൃഭൂമി പത്രത്തിൽ ഉള്ള ആ ലേഖൻ എൻ്റെ മുൻകാലത്തെ ഒരു സുഹൃത്താണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് പറഞ്ഞ് പഴകിയ ഒരു വ്യാജ ചരിത്രം അതിനകത്തുണ്ട്. അയ്യൻകാളിയുടെ അച്ഛനും അമ്മയും താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അവരെ ഒഴിപ്പിച്ച് പെരുങ്കാറ്റുവിള എന്ന സ്ഥലത്തേക്ക് അവരെ മാറ്റുകയും പെരുങ്കാറ്റുവിളയിൽ അവർക്ക് 8.5 ഏക്കർ സ്ഥലം ഈ നായർ ജന്മി കൊടുക്കുകയും ചെയ്തു. ഈ കഥയ്ക്ക് 40 കൊല്ലത്തെ പഴക്കമുണ്ട്. ശ്രീ ചന്താരശ്ശേരിയുടെ ആദ്യ പുസ്തകം മുതൽ വരുന്ന കഥയാണ് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ അത്? വെങ്ങാനൂരിൽ നിന്ന് അവിടുത്തെ പ്രാദേശിക തലത്തിൽ ശേഖരിച്ച വിവരങ്ങളും ഒക്കെ വെച്ച് എനിക്ക് പറയാൻ കഴിയുന്നത് ഇത് കടുത്ത വ്യാജ ചരിത്രമാണ്. ഇത്തരം സഹാനുഭൂതി ഒരു പുലയനോട് അക്കാലത്ത് ഒരു നായർ ജന്മി കാണിക്കുമെങ്കിൽ പിന്നെ എന്തിനായിരുന്നു അയ്യൻകാളിയുടെ പോരാട്ടങ്ങൾ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ അറിഞ്ഞത് ഇതിന് നേരെ മറിച്ചുള്ള കാര്യങ്ങളാണ്. അയ്യൻകാളിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മുമ്മ കഴിഞ്ഞ ഒരു വർഷം മുൻപും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരമ്മ അയ്യൻകാളിയുടെ കുടുംബത്തിൽ തന്നെ ക്രിസ്തു വിഭാഗത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിലുള്ള ഗുണശീലി എന്ന അമ്മ. ആ അമ്മയുടെ മകൻ പ്രശസ്തനായ നോവലിസ്റ്റ് S.E. ജെയിംസാണ്. ആ അമ്മ നീണ്ട സമയം നടത്തിയ ഇൻ്റർവ്യൂവിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതാണ് അവരുടെ മുന്നിലേക്ക് വെച്ചത്. അമ്മ ഈ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഈ അയ്യൻകാളിയുടെ കുടുംബത്തിന് 8.5 ഏക്കർ സ്ഥലം ഈ ജന്മി കൊടുത്തു എന്ന് പറയുന്നത് കേൾക്കുന്ന മാത്രമേ തന്നെ അവർ ക്ഷോഭിച്ചു, വല്ലാതെ ക്ഷോഭിച്ചു. സൗജന്യം കൊടുത്തില്ലെന്ന് മാത്രമല്ല, അയ്യൻകാളിയുടെ അച്ഛനും സഹോദരനും വെളിപ്പിച്ചെടുത്ത ഭൂമി കയ്യേറുകയാണ് ഇവർ ചെയ്തത്. ഈ സഹോദരന്മാർ നടത്തിയ കൃഷിയെ നാൽക്കാലികളെ വെട്ടി നശിപ്പിക്കുകയും കള്ളക്കേസ് കൊടുത്ത് പിടിച്ചെടുക്കുകയുമാണ് ഈ ജന്മികൾ ചെയ്തത്. അത് അത്രയും പ്രായം തന്നെയുള്ള ഒരു അപ്പൂപ്പനെയും ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹം വല്ലാതെ ക്ഷോഭിച്ചു. കാരണം അവർ കൊണ്ടറിഞ്ഞതാണ് ഈ ചരിത്രം. അദ്ദേഹം പറഞ്ഞ് കൊടുത്തില്ലെന്ന് മാത്രമല്ല ഇവരെ പീഡിപ്പിക്കുകയും അവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഇരിക്കാതെ ഇനി എനിക്ക് കിട്ടിയ ഈ വാമൊഴി കാര്യങ്ങൾ മാറ്റിവെക്കാം. അക്കാലത്ത് എങ്ങനെയാണ് ഒരു പുലയനോട്, ഒരു അധസ്ഥിതനോട് ഒരു ജന്മി അത്രയും വലിയ കനിവ് കാണിക്കുന്നത്? അത് നമുക്ക് ഊഹിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അയ്യൻകാളിക്ക് സുഖം. ഈ പറയുന്ന സ്ഥലത്ത് പിൽക്കാലത്ത് നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സ്കൂളുണ്ട്. വെങ്ങാനൂർ ജംഗ്ഷനിലാണ്. വെങ്ങാനൂർ മേലെമുടിപ്പുരയ്ക്ക് അടുത്ത് വരുന്ന ഒരു സ്ഥലമാണത്. വെങ്ങാനൂരിൻ്റെ പ്രധാന തലസ്ഥാനം എന്ന് പറയാവുന്ന ജംഗ്ഷൻ. അവിടെ പിൽക്കാലത്ത് നായന്മാരുടെ ഒരു സ്കൂളുണ്ട്. ഈ സ്ഥലത്ത് അവിടെ ഈ പറയുന്ന സ്ഥലത്ത് അയ്യൻകാളി മരിച്ച് 15 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു കഥ ആ കുടുംബത്തിലെ ഈയിടെ മരിച്ചുപോയ ശ്രീ വിശ്വനാഥൻ സാർ എന്നോട് പറഞ്ഞു. ഞാനിത് തന്നെ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എങ്ങനെയായിരുന്നു പിൽക്കാലത്ത് വെങ്ങാനൂരിൽ പുലയരോടുള്ള സമീപനം? അദ്ദേഹം പറയും, ബാർബർ ഷാപ്പിൽ കയറാൻ പറ്റില്ല, ചായക്കടയിൽ കയറാൻ പറ്റില്ല. ഇത് 1950കളിലെ കാര്യമാണ് ഈ പറഞ്ഞത്. അയ്യൻകാളി മരിച്ചു 15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇനി മറ്റൊരു കഥ കൂടി അവിടെയുണ്ട്. അത് രേഖാപരമായൊരു കഥയാണ്. കേരള ഹൈക്കോടതിയുടെ രേഖാശേഖരത്തിൽ ഉൾപ്പെടുന്നതാണ്.
അയ്യൻകാളിയുടെ കുടുംബം താമസിച്ചിരുന്ന ആ വീടിൻ്റെ സ്ഥലത്ത് പിൽക്കാലത്ത് വന്ന സ്കൂളിൽ, നായന്മാർ നടത്തുന്നൊരു സ്കൂളിൽ 1960കളിലെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അയ്യൻകാളി മരിച്ച് 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആ സ്കൂളിൽ ദളിത് പെൺകുട്ടികളെ വേർതിരിച്ചെടുത്താൻ വേറെ ഡിവിഷനാണ്. ഇത് കേരള ഹൈക്കോടതിയിൽ ഒരു പരാതിയായി ചെല്ലുകയും കോടതി അവർക്കെതിരായി വിധി കൽപ്പിക്കുകയും ചെയ്ത് രേഖാപരമാണ്. അതായത് അയ്യൻകാളി മരിച്ച് 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വെങ്ങാനൂരിൻ്റെ അവസ്ഥ ഇതാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് 8.5 ഏക്കർ സ്ഥലം കൊടുത്ത് വാത്സല്യം കാണിച്ചു അയ്യൻകാളിയോട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇത്തരം കുറേ അധികം ഇത് മൺമറഞ്ഞു പോയ അയ്യൻകാളിയുടെ മാത്രം കാര്യമല്ല, ആ കാലത്തെ പഠിക്കുന്ന ആളുകളുടെ മുന്നിലുള്ള വെല്ലുവിളിയാണ് ഇത്രയും വ്യാജ ചരിത്രങ്ങൾ. ഇതിൽ നിന്നൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പുതിയ തലമുറയെ പഠിപ്പിക്കണം. ഇങ്ങനെ വളരെയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കിംവദന്തികൾ, ആ കാലത്തെക്കുറിച്ച് പറയുന്ന കിംവദന്തികൾ ഇനിയും വളരെയുണ്ട്. ഇതൊന്നും നമ്മുടെ കുട്ടികൾ കാണാപ്പാഠം പഠിച്ച് അടുത്ത തലമുറയിലേക്ക് പകരാൻ പാടില്ല. സത്യം എന്താണോ അതറിയണം. നമുക്ക് സത്യം അഭിമുഖീകരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് നമ്മൾ ഇനിയും വ്യാജ ചരിത്രങ്ങൾ എഴുതും. 13 കൊല്ലം മുൻപ് പുറത്തിറങ്ങിയ ഒരു അയ്യൻകാളി സിനിമയിൽ നിങ്ങൾക്കറിയാം, അയ്യൻകാളിക്ക് ഒരു നായർ സമുദായ കാമുകിയെ സംഭാവന ചെയ്യുകയാണ് ആ സിനിമക്കാരൻ. എനിക്ക് ചിന്തിക്കാനാവാത്തൊരു കാര്യം, എനിക്കെന്നല്ല ആ കാലത്തെക്കുറിച്ച് അല്പം എന്തെങ്കിലും അറിയുന്ന ഒരാൾക്ക് ചിന്തിക്കാനാവാത്ത കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഗുണശീലി അമ്മൂമ്മയുടെ കാര്യം. അവരുടെ മകൻ പ്രൊഫസർ എസ് ഇ ജെയിംസ് എഴുതിയ സംവത്സരങ്ങൾ എന്ന ഒരു നോവലുണ്ട്. അത് അയ്യൻകാളി പ്രസ്ഥാനത്തിൻ്റെ സമാന്തരമായി ക്രിസ്തുമാർഗം സ്വീകരിച്ച പുലയരും മറ്റു ദളിതരുടെയും ജീവിതമാണ്. ഈ എസ് ഇ ജെയിംസിൻ്റെ അപ്പൂപ്പൻ, ഗുണശീലി അമ്മയുടെ അപ്പൻ, ഒരു പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ പഴയ അറിവുകൾ വെച്ചെഴുതിയ നോവലാണ്. ആ നോവൽ നിങ്ങളൊരാവർത്തി വായിക്കണം. വെങ്ങാനൂരിൻ്റെ ആ കാലത്തെ സ്ഥിതി എന്താണെന്ന് പറയുന്നുണ്ട്. അയ്യൻകാളിയുടെ അച്ഛൻ ശ്രീ അയ്യൻ്റെ സഹോദരൻ കൊല്ലപ്പെടുകയാണ്. അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഈ കഥകളിലൂടെ, ഈ പുസ്തകങ്ങളിലൂടെ. ഇതാണ് അക്കാലത്തെ വെങ്ങാനൂരിൻ്റെയും പൊതുവെ തിരുവിതാംകൂറിൻ്റെ അവസ്ഥ. അതിനെ മറ്റെന്തിനൊക്കെ വേണ്ടി വ്യാജമായ ആഖ്യാനങ്ങളിലൂടെ നമുക്ക് മുന്നിലേക്ക് തരികയും നാളെ അത് ഒരു ചെമ്പോലെ കണ്ടെടുക്കാമാർക്കും അയ്യൻകാളി ഒരു ജന്മിയെ പാടിപ്പുകഴ്ത്തുന്ന എന്തെങ്കിലുമായിട്ട് കണ്ടെടുക്കാം. കാരണം അയ്യൻകാളിയുടെ സമ്മർദ്ദം, ആ ചരിത്രത്തിൻ്റെ ശക്തി, സമ്മർദ്ദം സഹിക്കാനാവാതെ വരുമ്പോൾ ഇത് ചെയ്യാം. അംബേദ്കർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അംബേദ്കർ എന്നത് ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരം അതിനനുകൂലിച്ച ഒരാളാണെന്ന് ഒരു സംഘപരിവാറിൻ്റെ ഒരു അനുയായി എഴുതിയ പുസ്തകം മലയാളത്തിലുണ്ട് ഇവിടെ തർജ്ജമയായിട്ട്. നിങ്ങൾക്കറിയാം അംബേദ്കർ ആരാണെന്ന്. അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത 22 പ്രതിജ്ഞകൾ, അതിൻ്റെ മഹാഭൂരിപക്ഷം പ്രതിജ്ഞകളും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ബ്രാഹ്മണ ദൈവങ്ങളെ ആരാധിക്കില്ല, ബ്രാഹ്മണരെ കൊണ്ട് എൻ്റെ പൂജാകർമ്മങ്ങൾ ചെയ്യിക്കില്ല എന്നാണ്. ഈ 22 പ്രതിജ്ഞകളുടെ പൊതു ഉള്ളടക്കം ഇതാണ്. ആ അംബേദ്കറെ അദ്ദേഹം ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു എന്ന് മലയാളത്തിൽ വരെ ഒരു പുസ്തകം എഴുതാൻ ചങ്കൂറ്റം കാണിക്കുന്ന കാലമാണത്. ഇത് നാളെ അയ്യൻകാളിക്കാവാം, അയ്യൻകാളിയുടെ കാര്യത്തിലുമാവാം. ഇങ്ങനെ ഏത് വ്യാജ ചരിത്രങ്ങൾ ആർക്ക് വേണമെങ്കിലും ആവാം. ആരാണോ ജനപ്രിയനായി മുന്നിലേക്ക് വരുന്നത് അവരുടെ വായിൽ തിരികെ വെച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഈ അധോലോക ശക്തികൾ ശ്രമിക്കും. അത് ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ വ്യാജ ചരിത്രങ്ങൾ കണ്ട് മനപ്രയാസം അനുഭവിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ ഇതിൽ അത്യുത്സാഹം കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഈ അയ്യൻകാളി കഥകൾ, ചരിത്ര കൃതികൾ വായിക്കുമ്പോൾ പലവട്ടം ആലോചിക്കേണ്ടതുണ്ട്. അതിൽ പറയുന്നതൊക്കെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, എന്തും എഴുതാം എന്നാണ്. എഴുതിയവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അക്കാലത്ത് ഒരു പക്ഷേ അത്തരം വിവരങ്ങളായിരിക്കാം നാട്ടുമ്പുറങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കാനാണ്. പക്ഷെ പിൽക്കാലത്ത് അത് തിരുത്താനുള്ള അവസരമുണ്ടായിട്ടും നമുക്ക് അങ്ങാടൊരു ശ്രദ്ധ വരുന്നില്ല എന്നതാണ്. പിൻതലമുറയിൽക്കും അത് വരുന്നില്ല. വേണ്ടത്ര ജാഗ്രത ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല നമ്മുടെ ഈ പുതിയ തലമുറ എന്നതാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു സങ്കടം. ഇതൊക്കെ മാറി അയ്യൻകാളി ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകരുടെ ജീവിതം, പോരാട്ടങ്ങൾ
തനി സ്വരൂപത്തിൽ നമുക്ക് മുന്നിലേക്ക് വരണം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇത് 161ാമത്തെ ജന്മവാർഷിക ദിനത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇതിനി ചെല്ലും തോറും അയ്യൻകാളിയെക്കുറിച്ചുള്ള ആദരവ്, ആഭിമുഖ്യം, ഇഷ്ടം ഒക്കെ കൂടാനേ വഴിയുള്ളൂ. കാരണം നമുക്കിപ്പോൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നാളെ പുറത്തു വരും. എൻ്റേതടക്കമുള്ള പുസ്തകങ്ങളിലൂടെ പുറത്തു വരും. അയ്യൻകാളിക്ക് സമനായി ഒരാളില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തോടുള്ള അന്ധമായ ഒരു ആരാധന കൊണ്ടല്ല. ഓരോ വാക്കുകളും തെളിയിക്കാൻ വേണ്ടത്ര രേഖാപരമായ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. ഈ മനുഷ്യനെക്കുറിച്ച് അത്ഭുതത്തോടെ അല്ലാതെ നമുക്ക് നോക്കി നിൽക്കാനാവില്ല. അക്ഷരമറിയില്ല, വിദ്യ നേടാൻ അവസരം കിട്ടിയിട്ടില്ല, സ്വന്തം സഹോദരങ്ങളുടെ ദൈന്യത കണ്ട് പ്രവർത്തന രംഗത്തേക്ക് വന്നു എന്നല്ലാതെ അറിവ് നേടാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച 40 പ്രജാസഭാ പ്രസംഗങ്ങൾ അക്ഷരാഭ്യാസമില്ലാത്ത ഒരാൾ എഴുതി കൊടുത്തതാണെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ആദ്യത്തെ പ്രസംഗം, നമ്മളിതേവരെ കണ്ടിട്ടില്ലാത്ത അയ്യൻകാളിയുടെ ആദ്യ പ്രസംഗം അന്നത്തെ മലയാള മനോരമയിലും ദീപികയിലും ഒരു മുഴുവൻ പേജിൽ പ്രസിദ്ധീകരിച്ചതാണ്. അത് നമ്മളിതേവരെ കണ്ടിട്ടില്ല. എൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും വരുന്നുണ്ട്. ഈ ആദ്യ പ്രസംഗത്തിൽ തന്നെ വെങ്ങാനൂരിൽ ഒതുങ്ങി നിന്നിരുന്ന അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യയില്ലാത്ത ഒരു അയ്യൻകാളി പറയുന്നത് ജപ്പാനിലെ കർഷക തൊഴിലാളികൾക്ക് അനുവദിച്ചു കൊടുത്ത ആനുകൂല്യങ്ങളെക്കുറിച്ചാണ്. അത് ഇവിടെ ഞങ്ങൾക്ക് തരണമെന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അയ്യൻകാളിയോടൊപ്പമുള്ള സഹപ്രവർത്തകർ ജാഗ്രതയോടെ ചുറ്റുപാടും വീക്ഷിച്ചിരുന്നു. ഈ 40 അദ്ദേഹം അവതരിപ്പിച്ച 20 കൊല്ലത്തിനകം അവതരിപ്പിച്ച 40 പ്രസംഗങ്ങളും ചുറ്റുപാടും നടക്കുന്ന, കേരളത്തിൽ തന്നെ പൊതുവായിട്ട് നടക്കുന്ന മുന്നേറ്റങ്ങൾ, മറ്റ് വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഐത്യജാതിക്കാർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, ഈ വക കാര്യങ്ങൾ പുറം ലോകത്ത് നടക്കുന്ന എല്ലാം ഈ പ്രസംഗങ്ങളിലുണ്ട്. അത്ഭുതകരമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 40 പ്രസംഗങ്ങളിൽ ഒന്ന്, അതായത് അയ്യൻകാളി അന്തരിക്കുന്നത് 1941-ലാണ്. 1920കളുടെ തുടക്കത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഡിമാൻഡ്, ഞങ്ങളുടെ കുട്ടികളെ വിദേശങ്ങളിൽ അയച്ച് പഠിപ്പിക്കണം എന്നാണ്. ചിന്തിക്കാനാവില്ല ഇക്കാലത്ത് പോലും എന്ന് ഞാൻ ഒരു അതിശയോക്തിയോട് പറയുന്നു. അയ്യൻകാളിയുടെ ആ 100 കൊല്ലം മുൻപുള്ള കാലത്ത് അത്രമാത്രം ദൂരക്കാഴ്ചയോടെ കാര്യങ്ങളെ കണ്ടു എന്നത് വെച്ച് നോക്കുമ്പോൾ എന്ത് വിശേഷം അദ്ദേഹത്തിന് കൊടുക്കാനാവും, എന്ത് കൊടുക്കാൻ പാടില്ല. ഈ 40 പ്രസംഗങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കാത്ത, ഇന്നും കേരളത്തിലെ ദളിത് സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നല്ല പങ്ക് ആ 40 ഡിമാൻഡുകളിലുണ്ട്. അദ്ദേഹം നടത്തിയ ഡിമാൻഡുകളിൽ പലതും നേടാൻ കഴിഞ്ഞു. അദ്ദേഹം പരാമർശിക്കാത്ത പ്രധാന ആവശ്യങ്ങൾ അക്കാലത്തെ ദളിത് സമൂഹത്തിന് മുന്നിലില്ല. ഉച്ചഭക്ഷണം കൊടുക്കണം എന്നത് ഇന്ന് നമുക്കൊരു ചെറിയ കാര്യം, പക്ഷെ അന്ന് അങ്ങനെയല്ല. ഒരു ചക്രത്തിൻ്റെ ഉപ്പും മുളകും അരിയും കൊടുത്താൽ മതി ഞങ്ങളുടെ കുട്ടികൾക്ക് എന്ന് വരെ കേണപേക്ഷിക്കുന്നുണ്ട് ആ നായകൻ. എല്ലാ ഡിമാൻഡുകളോടുമൊപ്പം നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലാണ് അത് ആവശ്യപ്പെടുന്നത്. ഒന്നും തള്ളിക്കളയാനാവില്ല. ഒരൊറ്റ കൊല്ലത്തെ പ്രജാസഭാ പ്രസംഗങ്ങളുടെ തീവ്രത കൊണ്ടാണ് രണ്ടാം കൊല്ലത്തിൽ 500 ഏക്കർ ഭൂമി അയ്യൻകാളി ഉൾപ്പെടുന്ന ആ സംഘടനയുടെ പേരിൽ സർക്കാർ അനുവദിക്കുന്നത്. ഒരൊറ്റ കൊല്ലത്തെ പ്രജാസഭാ ഇടപെടലാണ് അയ്യൻകാളിയുടെ. അതേ ഇടപെടൽ കൊണ്ട് തന്നെ ആദ്യത്തെ പുലയ SI അവിടെ വരുന്നു തിരുവാങ്കൂറിൽ. അതായത് ആ ശബ്ദത്തിൻ്റെ ദാർഢ്യം, അതിന് ശക്തി നമുക്ക് ഊഹിക്കാം. അയ്യൻകാളി എന്നത് സമാനതയില്ലാത്ത നേതാവാണ് അക്കാലത്തും. എന്തെങ്കിലും പറഞ്ഞ് സർക്കാരിൻ്റെ ഒരു തർക്കുത്തരം കേട്ട് പോകേണ്ട വന്നിട്ടില്ല അദ്ദേഹത്തിന്. ഒരു ദിവാനും അദ്ദേഹത്തെ തർക്കുത്തരം പറഞ്ഞ് ഒരു മുഷ്ടിലോടുകൂടിയൊരു മറുപടി ഒരു ദിവാൻ്റെ വായിൽ നിന്നും അവിടെ വന്നിട്ടില്ല. ആ പ്രസംഗങ്ങൾ മുഴുവൻ ഒരു വാക്കുപോലും വിടാതെ എൻ്റെ ഈ വരുന്ന പുസ്തകത്തിലുണ്ട്. അതായത് അയ്യൻകാളി എന്നത് വളരെ ബഹുമാന്യനായൊരു നായകനാണ്. ആ ബഹുമാന്യനായ നായകൻ്റെ
മാഹാത്മ്യം എത്ര പറഞ്ഞാലും അധികമല്ല. അദ്ദേഹം ഉന്നയിച്ച് നേടിയെടുത്തതാണ് ഇന്ന് ദളിത് ജനത അനുഭവിക്കുന്ന മിക്ക അടിസ്ഥാന ആവശ്യങ്ങളും. ഈ 500 ഏക്കർ മാത്രമല്ല, ഇന്ന് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ തോന്നാത്ത മറ്റൊരു ഡിമാൻഡ് കൂടി അതിലുണ്ട്. ഒരു പുലയന്, ഒരു കുടുംബത്തിന് 3 ഏക്കർ, പുലയൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സമുദായം ആയതുകൊണ്ടാണ് അത് പുലയർക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് അല്ലതാനും. പൊതുവേ സാധുജനങ്ങൾ എന്നാണ് അദ്ദേഹം ആ സംഘടനയ്ക്ക് തന്നെ കൊടുത്തിരിക്കുന്ന പേര്. എന്നാലോ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം പുലയരെക്കുറിച്ച് തന്നെ പറയുന്നുമുണ്ട്. അതിന് മറ്റു സന്ദർഭങ്ങളുണ്ട്. 3 ഏക്കർ സ്ഥലം ഒരു കുടുംബത്തിന് സർക്കാർ അനുവദിച്ചിരിക്കുന്നു. ചിന്തിക്കാനാവില്ല നമുക്കിന്ന്. ഇത് നേടിയെടുത്തത് ഈ നേതാവിൻ്റെ ആ ഡിമാൻഡിൻ്റെ ശക്തി, അയ്യൻകാളിയുടെ ബലം, ഇതൊക്കെ തിരിച്ചറിഞ്ഞ സർക്കാരാണ്. അയ്യൻകാളിയെ തിരിച്ചറിഞ്ഞ സർക്കാരാണ്. ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹത്തിനെ ഇകഴ്ത്തുന്ന ഒന്നും ഈ പ്രജാസഭയുടെ 21 കൊല്ലത്തിനുള്ളിൽ നമുക്ക് കാണാനാവില്ല. പക്ഷേ അക്കാലത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പ്രചാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തോ പിൽക്കാലത്തോ കൊടുക്കാൻ മേൽത്തട്ടിലുള്ള ആളുകൾക്ക് മനസ്സ് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം വരെയും ആ തല താഴാൻ ഇടവന്നിട്ടില്ല. ആദ്യത്തെ ഏറ്റുമുട്ടൽ മുതൽ പിന്നീട് വന്ന ജീവിതത്തിൻ്റെ അവസാനത്തെ മരണ കിടക്ക വരെ അദ്ദേഹം എവിടെയെങ്കിലും തല കുനിക്കേണ്ടി വന്നതിൻ്റെ ഒരു സൂചന നമുക്ക് മുന്നിലില്ല. നമുക്കിഷ്ടപ്പെടാത്ത ചില രാഷ്ട്രീയ നടപടികളിലേക്ക് അദ്ദേഹം കടന്നതിൻ്റെ സൂചനകളുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക്. പക്ഷെ അത് അന്നത്തെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഫലമാണ്. നാരായണ ഗുരു അടക്കം എല്ലാ ഏകജാതി, ഒരു ജാതി, ഒരു മതം എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന നമ്മുടെ ബഹുമാനായ നാരായണ ഗുരുവിൽ പോലും നമുക്ക് അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആ പ്രായോഗിക രംഗത്ത് വന്നു എന്ന് കേട്ടാൽ വെകളി പിടിക്കേണ്ടതില്ല. അത് അന്നത്തെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഉന്നയിച്ചതൊക്കെ ഏത് കാലത്തും നമുക്ക് പൊതുവേദിയിൽ നിന്ന് പറയാൻ ഒരു മടിയും വിചാരിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളാണ്. അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ എത്രയോ ദിവസങ്ങൾ വേണ്ടിവരും. അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങൾ, അദ്ദേഹം കടന്നു പോകുന്ന വഴികൾ, അദ്ദേഹം നടത്തിയ ഏറ്റുമുട്ടലുകൾ, ഇതൊക്കെ വിവരിക്കാനായിട്ട് ഒരു ക്യാമ്പ് തന്നെ ദിവസങ്ങളോളം നടത്തിയാലും എന്നെപ്പോലത്തെ ഒരു എളിയ പ്രവർത്തകന്, ഒരു എഴുത്തുകാരന് പോലും അത് പൂർത്തിയാക്കാനാവില്ല. ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ള അയ്യൻകാളി ചരിത്ര പുസ്തകങ്ങൾ ഒരു മഞ്ഞുമലയുടെ അഗ്രം എന്ന് പറയുന്ന തരത്തിലൊരു ചെറിയ കാര്യങ്ങളാണത്. ഒരുപാട് കാര്യങ്ങൾ ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മുന്നിലേക്ക് വരാനുണ്ട്. അത് വരുംതോറും ഇന്ന് പറയുന്നതിനേക്കാൾ കൂടിയ ആദര കലർന്ന വാക്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതൊന്നോ രണ്ടോ മാത്രമായിട്ട് ചുരുക്കാനാവില്ല. എവിടെ തൊട്ടാലും മർമ്മം എന്ന് നമ്മുടെ ആളുകൾ പറയുന്നത് പോലെ ഏത് അയ്യൻകാളിയുടെ ഇടപെടലിലേക്ക് കടന്നാലും അവിടെയൊക്കെ ആ മഹത്വം ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. അത് മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാനാവില്ല. അദ്ദേഹം ആരുടെയെങ്കിലും കുറച്ച് മുൻപ് ഞാനൊരു കാര്യം പറയാനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ അതിൻ്റെ 1 വർഷം മുൻപ് നടത്തിയ ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം അധികപ്പറ്റായി കുറേ കാര്യങ്ങൾ, ഞാൻ കാണാത്ത കാര്യങ്ങൾ വസ്തുത എന്ന നിലയ്ക്ക് അദ്ദേഹം അവതരിപ്പിച്ചു. ഞാൻ അതിലിടപെട്ട് കുറച്ച് തർക്കങ്ങളിലൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുസ്തകം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പുസ്തകത്തെയും അനുകൂലിച്ചുകൊണ്ട് എൻ്റെ ബഹുമാനായ ഒരു എഴുത്തുകാരൻ സുഹൃത്ത് ഒരു വീഡിയോ നിങ്ങളും കണ്ടിരിക്കാം. പറയുന്നുണ്ട്, അയ്യൻകാളിയുടെ പ്രവർത്തകരായി വളണ്ടിയേഴ്സായി സദാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വിട്ടുകൊടുത്തു എന്നാണ്. ഇത്തരം ഇത് വ്യാജമാണെന്ന് പറയാൻ എനിക്ക് ഒരു നിമിഷം കാത്തു നിൽക്കണ്ട. മറ്റാളുകൾക്ക് ഒരുപക്ഷെ സംശയം തോന്നിയേക്കാം. അയ്യൻകാളി എന്ന ആ നായകൻ 30ാമത്തെ വയസ്സിലെങ്കിലും നമുക്ക് കൃത്യമായ തിരിച്ചറിവ് ഇപ്പോഴും വരുത്താൻ കഴിയാത്ത ആ ഏറ്റുമുട്ടലിൻ്റെ കാലം 1893 മുതൽ എങ്കിലും നാടിനെ മിക്കവാറും വിറപ്പിക്കുന്നൊരു നായകനാണ്. ഭീകരനായിട്ടല്ല, ജനനായകനായതുകൊണ്ട് വിറപ്പിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് നടത്താതിരിക്കാനാവില്ല. ഏത് ഏറ്റുമുട്ടലിലും അതാണ് അവസ്ഥ. സർക്കാരിന് അദ്ദേഹത്തിനെതിരായൊന്നും പറയാനാവില്ല. ഇങ്ങനെയുള്ള ആ നായകൻ
ഒരു സർക്കാർ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ നോമിനേറ്റ് ചെയ്യാതിരിക്കാനാവാത്തത്ര തലപ്പൊക്കം നേടിക്കഴിഞ്ഞു. ആരെങ്കിലും കനിഞ്ഞ് അന്നത്തെ ബഹുമാന്യനായ ദിവാൻ രാജഗോപാലാചാരി, കുമാരനാശാനടക്കമുള്ള എല്ലാ നവോത്ഥാന നായകർക്കും ബഹുമാന്യനായ ദിവാനാണ്. പക്ഷെ ആ ദിവാൻ്റെ വ്യക്തിപരമായ ഒരു കനിവല്ല അയ്യൻകാളിയെ പ്രജാസഭാംഗമാക്കിയത്. അയ്യൻകാളിയെ അമർത്തി നിർത്താനാവില്ല, അതൊരു ജനനായകനായി കഴിഞ്ഞു. അതാണ് വിഷയം. അങ്ങനെ പിടിച്ചു വാങ്ങിയ സ്ഥാനങ്ങളാണത്. ഓരോ ഘട്ടത്തിലും അയ്യൻകാളി വാങ്ങിയ സ്ഥാനങ്ങൾ, അയ്യൻകാളി നേടിയെടുത്ത ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും സമാനതയില്ലാത്ത ഒരു മഹാനായകൻ. നമുക്ക് എത്ര പറഞ്ഞാലും അത് അതിശയോക്തി അല്ലാതെ വരുന്നത് ഈ കാര്യത്തിലാണ്. മറ്റാരെക്കുറിച്ചും നമുക്ക് അങ്ങനെ പറയാൻ ആവുമോ എന്ന് എനിക്കറിയില്ല. പല നായകരെക്കുറിച്ചും എനിക്ക് അത്രമാത്രം ഉറപ്പോടെ പറയാൻ കഴിയുന്നില്ല, എൻ്റെ പരിമിതി കൊണ്ടാവാം. ഇവിടെ അതല്ല. ഞാൻ ഈ കഴിഞ്ഞ 30 കൊല്ലക്കാലം കൊണ്ട് നാട്ടിടകളിൽ നിന്നും രേഖകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വെച്ച് എനിക്ക് ആദ്യമേ 1994 ദേശാഭിമാനി വാരികയിൽ ആദ്യത്തെ നവോത്ഥാനപരമായ ലേഖനം എഴുതുമ്പോൾ അയ്യൻകാളിയെ ഞാൻ എങ്ങനെ വിശേഷിപ്പിച്ചോ അതിൻ്റെ പല മടങ്ങ് ആദരം ആണ് എനിക്കിപ്പോൾ ഉള്ളത്. ഒന്നുപോലും എനിക്ക് കുറയ്ക്കേണ്ടി വന്നില്ല. ഞാൻ അന്നൊരു ചെറിയ പഠിതാവ് മാത്രമായിരുന്ന കാലത്ത് തോന്നിയിരുന്ന ആ ആദരത്തിൻ്റെ പല മടങ്ങ് ഇത്രമാത്രം വർഷം 3 പതിറ്റാണ്ടിൻ്റെ പഠനത്തിന് ശേഷവും എൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് സമാനനായ ഒരാളെ കാണാനാവില്ല. ഈ ഉദാഹരണങ്ങളോട് തന്നെ ആ മനുഷ്യൻ്റെ അതൊരാളുടെ മാത്രം നേട്ടമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തെ സഹായിക്കാൻ വളരെ ചടുലമായ നീക്കങ്ങളോടെ ജാഗ്രതയോടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് അദ്ദേഹത്തിനെ സഹായിച്ച മറ്റാളുകളുണ്ട്. 2-3 പേരെങ്കിലും. തോമസ് വാദ്യാരടക്കം, ശങ്കരൻ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനായിട്ട് വരുന്ന, ഇങ്ങനെയുള്ള 2-3 പേരടങ്ങുന്ന ഒരു മിനി സെക്രട്ടേറിയറ്റ് അവിടെയുണ്ട്. പ്രസംഗങ്ങൾ രൂപപ്പെടുത്തി കൊടുക്കുക, ചിലപ്പോൾ അത് വായിക്കാൻ സഹായിക്കുക, ഇങ്ങനെ പലതും. പക്ഷേ ഇതിനൊക്കെ മുന്നിലൊരു നയപരമായ മേധാവിത്വം അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ഇണങ്ങാത്ത ഒരു ഡിമാൻഡും പ്രജാസഭയിലൂടെ വന്നിട്ടില്ല. അതായത് ഈ സഹായികളുടെ സഹായത്തോടെ രൂപപ്പെടുത്തുന്ന ഡിമാൻഡുകൾ, എഴുതി കൊടുക്കുന്ന മെമ്മോറിയലുകൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പഠനത്തിൽ നിന്ന് വന്നാണ്. ഒന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് നിരക്കാത്തതല്ല. അതായത് ഒരു ഓൾറൗണ്ടർ എന്ന ഈ ക്രിക്കറ്റ് കളിയിലൊക്കെ ആളുകൾ പറയുന്നത് പോലെ ഒരു ഓൾറൗണ്ടറാണ്. എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് കണ്ണുണ്ട്. ഒരു ചക്രത്തിൻ്റെ അരിയും മുളകും മതി പുതിയ കുട്ടികൾക്ക് എന്ന് പറയുന്നത് ആ പ്രായോഗിക മതിയുടെ അറിവാണ്, തീരുമാനമാണ്, ആ നാടൻ ഭാഷയിലുള്ള അവതരണമാണ്. ഇതിലെല്ലാം കാണുന്ന അയ്യൻകാളിയെ മാത്രമാണ്. അയ്യൻകാളിക്ക് പകരം ഒരാൾ വന്ന് അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാനാവില്ല. സഹായികളുണ്ട് അവിടെ, അദ്ദേഹത്തെ സഹായിക്കുന്ന ആളുകളുണ്ട്. കായികമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് മറ്റ് ഗുണ്ടകളെയും ആളുകളെ നേരിടുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ പ്രജാസഭാ പ്രസംഗങ്ങൾ എഴുതി കൊടുക്കുന്ന സുഹൃത്തുക്കളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഇതിനെല്ലാറ്റിനും നേതൃത്വം ആ മനുഷ്യൻ്റേതാണെന്ന് ആ മനുഷ്യൻ്റെ വ്യക്തിപരമായ വിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എവിടെയും അണുവിട പോലും ആ വ്യക്തിത്വത്തെ മങ്ങലേൽപ്പിക്കുന്ന ഒരു നടപടി അദ്ദേഹത്തിൽ നിന്ന് വന്നതായി ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിനുള്ള എതിരാളികൾ ഒരുപാടുണ്ട്. നിങ്ങൾ ഓർക്കണം, അയ്യൻകാളി എന്ന വാക്ക് പറഞ്ഞാൽ ഒരാളെ നമ്മൾ എന്താടാ അയ്യൻകാളി എന്ന് ചോദിച്ചാൽ അത് അയാൾക്ക് ആക്ഷേപകരമാണ് എന്ന് പറഞ്ഞ് പിഴ ഇടിയിക്കുന്നൊരു നാടായിരുന്നു അന്ന് തിരുവിതാംകൂർ. 1916 തിരുവനന്തപുരം നഗരത്തിലെ ഒരു സർക്കാർ സ്കൂളിലെ 2-3 കുട്ടികൾ തമ്മിലുണ്ടായ ഒരു ശണ്ടയിൽ ഒരു കുട്ടി മറ്റ് 2 പേരെയും മറ്റു കുട്ടികളെ അയ്യൻകാളി എന്ന് വിളിച്ചു എന്നതാണ് പരാതി. അയ്യൻകാളി എന്ന് വിളിച്ചാൽ ആക്ഷേപകരമായൊരു വാക്കാണത്. അയ്യൻകാളി നവോത്ഥാന നായകനായി, സംഘർഷങ്ങളുടെ നായകനായി നാട്ടിൽ ജീവിക്കുമ്പോൾ ഉള്ള ഒരു സംഭവമാണ് ഞാനീ പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒത്ത നടുക്ക് ഇന്നും നിലനിൽക്കുന്ന ആ സ്കൂളിൽ ഉണ്ടായ സംഭവം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. 2 രൂപയാണ് ആ കുട്ടിക്ക് പിഴ ഇടിയിച്ചത്. അന്നത്തെ 2 രൂപ എന്നത് വളരെ വലിയ സംഖ്യയാണ്. 7 രൂപ 6 രൂപയാണ് ഒരു പ്യൂണിൻ്റെ ശമ്പളം സർക്കാർ. അപ്പോൾ ആ കുട്ടിക്ക് അത്ര കനത്ത ശിക്ഷ കൊടുത്തത് അയ്യൻകാളി എന്നുള്ള വാക്കുപയോഗിച്ച് ആക്ഷേപകരമാണ് എന്നതാണ്.
ഇന്ന് നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്? മഹാത്മ എന്ന് വരെ വിശേഷിപ്പിക്കുകയാണ്. ആ വാക്കിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അതുവരെ അതിഷ്ടത്തോടെ ബഹുമാനത്തോടെയാണ് നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്നത്. അന്ന് അയ്യൻകാളി എന്നുള്ള വാക്കിന് പിഴ ഇടേണ്ടി വന്നൊരു നാടാണിത്. മഹാത്മാ എന്ന വാക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നതിന് കൂടി പറയേണ്ടതുണ്ട്. മഹാത്മാവും ആത്മാവും ഒക്കെ നിങ്ങൾക്കറിയാം. അംബേദ്കറുടെ ഇന്ത്യ ചരിത്ര പഠനങ്ങൾ അല്ലെങ്കിൽ മറ്റ് എഴുത്തുകാരുടെ ബുദ്ധിജീവികളുടെ പഠനങ്ങൾ, ഈ ആത്മാവ് എന്നത് നമ്മുടെ സംഘപരിവാറിനോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ്യപക്ഷത്ത് നിൽക്കുന്ന ബുദ്ധിജീവികളോ ഉപയോഗിക്കുന്ന ഒരു 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 ടേമാണത്. ഈ ആത്മാവെന്ന്, ആത്മാവിന് ഉള്ളടങ്ങിയിരിക്കുന്ന ഭീകരമായൊരു സത്യം അതിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇന്നലത്തെ ജന്മത്തിൽ നീ ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ മറ്റോ ആയിരുന്നിരിക്കാം. നീ അന്ന് ചെയ്ത കുറ്റകൃത്യം തെറ്റുകൊണ്ട് നീ ഈ ജന്മത്തിലൊരു പുലയനായോ ഇഴവനായോ ജനിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ പച്ച മലയാള വ്യാഖ്യാനം ആത്മാവിൻ്റെ. ഈ വ്യാഖ്യാനം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ബ്രാഹ്മണ്യ ബുദ്ധിജീവികളും സംഘപരിവാർ എന്ന ആ പ്രസ്ഥാനം അടങ്ങുന്ന ആളുകളും പ്രചരിപ്പിക്കുന്ന ഉപനിഷത്തുകൾ എന്ന മനുഷ്യവിരുദ്ധ സാഹിത്യ സഞ്ചയത്തിൻ്റെ ഉള്ളടക്കം. ഇന്നലെ ബ്രാഹ്മണനായിരുന്നു, അവനെന്തോ തെറ്റ് ചെയ്തു, പുലയനായി ജനിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഉള്ളടക്കം. പച്ച മലയാളത്തിലാണ് ഞാനത് പറയുന്നത്. ഇങ്ങനെയുള്ളതാണ് ഈ ആത്മാവ് എന്നുള്ള ടേം. ആ ആത്മാവിൽ കുറച്ചുകൂടി ഉയർന്ന പദവി കൊടുത്ത് മഹാത്മാവാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നരുത്. അത് അംബേദ്കറെ പോലെ ഒരു ഇന്ത്യ ചരിത്ര ബ്രാഹ്മണ സാഹിത്യ പഠിതാവ് നമ്മുടെ നായകനായി ഉള്ള ഒരു നാട്ടിൽ നമ്മളിത്ര അന്ധത ബാധിച്ച് അദ്ദേഹത്തിന് നേരെ എതിരായൊരു വിശേഷമാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് കൊടുക്കുന്നവർ ഈ വസ്തുത അറിയുന്നില്ല, ദുരുദ്ദേശത്തോടെ അല്ല അവർ ചെയ്യുന്നത് എന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ആ വാക്ക് ഉപയോഗിക്കില്ല. അത് അദ്ദേഹത്തിനെ എങ്ങനെ അപമാനിക്കാം അതിൻ്റെ സിമ്പലാണ്. ആളുകളത് ഉപയോഗിച്ച് വന്നതുകൊണ്ട് അത് ഉടനെ മാറ്റിക്കളയണം എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ഉള്ളടക്കം. അത് ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അംബേദ്കറുടെ ഇൻഡോളജി പഠനങ്ങൾ, അംബേദ്കറുടെ ബ്രാഹ്മണ സാഹിത്യ പഠനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പഠിക്കുന്നവരാണ് നിങ്ങൾക്കത് മനസ്സിലാകും. ആ ഒരു ചതിക്കുഴി മഹാത്മാവ് എന്നതിലുണ്ട്. ഒരുപക്ഷെ ഈ മഹാത്മാവ് എന്ന പ്രയോഗം അയ്യൻകാളിക്ക് വെച്ച് കെട്ടിയത് എനിക്ക് തോന്നുന്നത് ഒരു 10-20 കൊല്ലം കഷ്ടി. അതിനു മുമ്പ് അങ്ങനെ പ്രയോഗം എൻ്റെ ഓർമ്മയിലോ ശ്രദ്ധയിലോ വന്നിട്ടില്ല. ഒരുപക്ഷെ അത് ഗാന്ധിജിക്ക് ഒരു മഹാത്മാവിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ കുറേ കൂടി വലിയ ആളാണ് ഞങ്ങളുടെ നേതാവ് എന്ന് ഏതെങ്കിലും സാധു ദളിതർക്കോ പിന്നോക്കക്കാർക്കോ തോന്നിയിട്ട് അവർ പറഞ്ഞതാവാം. അത് അവർ ധരിക്കുന്ന മഹാത്മാഗാന്ധിയേക്കാൾ വലിയ ആളായിരിക്കണം ഞങ്ങളുടെ നായകൻ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്ന് വേണമെന്ന് അവർ പാവങ്ങൾ ധരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർ ചെന്നത് ഒരു ചതിക്കുഴിയിലാണ്. ഇത് അംബേദ്കർ സാഹിത്യം അല്ലെങ്കിൽ ബ്രാഹ്മണ സാഹിത്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാനുള്ള ഒരു താക്കോലാണ് ഈ ആത്മാവും മഹാത്മാവും ബ്രഹ്മാത്മാവും അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ചതിക്കുഴികളിലാണ് നമ്മളെ പെടുത്തിയിരിക്കുന്നത്. ഈ ബ്രാഹ്മണ പക്ഷം എന്ന തിരിച്ചറിവിലേക്ക് എത്താൻ സഹായിക്കും. ഇത് അയ്യൻകാളിയുടെ കാലത്ത് ഇങ്ങനെ ഒരു വിശേഷം കൊടുത്തായിട്ട് എനിക്കറിയില്ല. ഈ പുതിയ കാലത്താണിത് നമ്മൾ കാണുന്നത്. സന്ദർഭവശാൽ ചിലത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ എന്തെങ്കിലും അയ്യൻകാളിയെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിൽ ഒരു ആധികാരികമായ വിവരണമോ പ്രഭാഷണമോ നടത്താൻ കെൽപ്പുള്ള ആളല്ല ഞാൻ. എൻ്റെ ചിതറിയ ചില പഠനങ്ങളിൽ നിന്ന് കിട്ടിയ ചില സൂചനകൾ എൻ്റെ നാട്ടുകാർ എന്ന പ്രത്യേക പരിഗണന കൂടി ഉള്ളതുകൊണ്ട് കുറേ കൂടി ധൈര്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നതാണ്. എൻ്റെ പടുവാക്കുകൾക്ക് ക്ഷമ ചോദിക്കുകയും ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.